പറയും ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എബിനെ കുറിച്ച് ആൾക്കാർ പറയും എബിൻ ഇങ്ങനെ കറങ്ങി കിടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു എന്ന് ആ ഒരു ചിന്താഗതി ഉണ്ടാവും. വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഫുൾ ടൈം ജോബിനേക്കാളും ടയർസമാണ്. അതിന്റെ പുറകെ കുറേ നിൽക്കണം. പുളിയുറുമ്പെന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ പുളിയുറുമ്പ്. അതെ, അതിന്റെ ഉറുമ്പിന്റെ മുട്ടയും കൂടെ കൂട്ടി ഇവര് ചമ്മന്തി ഉണ്ടാക്കും. അതിനകത്ത് കാന്താരി മുളക് കൂടെ ചേർത്ത്. അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്, പിന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പൊ എനിക്ക് കഴിക്കാൻ തോന്നുന്നു പറയാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പം കാച്ചിലും ആ ചമ്മന്തിയും കിട്ടുകയാണെങ്കിൽ ചെറു ചൂട് കഞ്ഞിവെള്ളം കൂടെ കിട്ടിയാണല്ലോ പൊളിക്കും. നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിലും നെഗറ്റീവ് കാണുന്ന ആൾക്കാരാണ്. നമുക്കൊരു മുൻവിധി സ്വഭാവം കൂടുതലാണ്, പ്രജുഡിസ്റ്റ് ആവും. മുഹമ്മദ്, നിങ്ങളല്ലേ പറഞ്ഞത് ഇത് ഭയങ്കര സേഫ് ആണ്. Don't worry, Jose, this is normal here. He was protecting his sheep. By chance, here nothing would happen. By chance, sometimes if his gun angle is wrong, by chance it may hit you and you may die. That's all. Otherwise, nothing. വളരെ കൂളായിട്ട്. നമസ്കാരം. ലൈഫ് സ്റ്റോറീസ് വിത്ത് ടോണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാ ഫോൺ ഗാലറിയിലും സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിലും തീർത്തും ഒഴിവാക്കപ്പെടാനാവാത്ത ഒരു പേരുണ്ട്. മലയാളിയുടെ യാത്രാ സങ്കല്പങ്ങൾക്കും ഭക്ഷണ വൈവിധ്യങ്ങൾക്കും പുതിയൊരു ദൃശ്യഭാഷ പകർന്നു നൽകിയ ഒരു വ്യക്തി. കിലോമീറ്ററുകൾ താണ്ടി ഭക്ഷണ വൈവിധ്യങ്ങൾ തിരഞ്ഞ് ആ ഭക്ഷണ വൈവിധ്യങ്ങളുടെ രുചിഭേദങ്ങൾ മലയാളിക്ക് ദൃശ്യഭാഷയിലൂടെ പകർന്നു നൽകിയ ഫുഡ് ആൻഡ് ട്രാവൽ എന്ന ബ്ലോഗിൻ്റെ അമരക്കാരൻ എബിൻ ജോസ്. എബിൻ ജോസ് ഇന്നിവിടെ വന്നിരിക്കുന്നത് വെറുമൊരു വ്ളോഗറായി മാത്രമല്ല, ചങ്ങനാശ്ശേരി SP കോളേജിലെ വരാന്തകളിൽ ഒരുമിച്ച് നടന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപാഠി കൂടിയാണ് എബിൻ ജോസ്. എബിൻ ജോസിന് ഇന്നത്തെ ഷോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സ്വാഗതം. എബിൻ, നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. അതെ, അതപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിസ്റ്ററിയാണിത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, SP കോളേജിൽ നടക്കുന്ന സമയത്ത് എബിൻ അത്ര വലിയ ഫുഡി എന്നുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അന്നൊക്കെ നമ്മൾ ചങ്ങനാശ്ശേരിയിലെ ചെറിയ ഹോട്ടലുകളിലും തട്ടുകടകളിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. ഈ ഭക്ഷണ രീതി, എബിൻ ഭക്ഷണം കഴിക്കുന്നത് ലോകം മുഴുവൻ കാണുന്ന രീതിയിൽ ഒരു പ്രൊഫഷനായി മാറുമെന്ന് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞാനൊരു ഫുഡ് ബ്ലോഗർ ആവുമെന്നോ ഫുഡിനെ കുറിച്ച്. പക്ഷേ ഞാൻ ഫുഡൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സിനോട് പറയുന്നേടാ ഇവിടുത്തെ രുചി നല്ലതാണ്. അന്നാണേലും ഉച്ചയ്ക്ക് പല സമയത്തും വീട്ടിൽ നിന്ന് പൊതിച്ചോറൊക്കെ കൊണ്ടുവരുന്ന സമയത്ത്, പൊതിച്ചോറായിരുന്നു എനിക്കിഷ്ടം അന്ന്. പൊതിച്ചോറ് കൊണ്ടുവരുന്ന സമയത്ത് ആ പൊതിച്ചോറൊക്കെ ആസ്വദിക്കും. ചില ദിവസങ്ങളിൽ ആ പൊതിച്ചോറ് സ്കിപ്പ് ചെയ്തിട്ട് പണ്ടൊരു ആനന്ദ് ഉണ്ടായിരുന്നു, ആനന്ദ് ഹോട്ടൽ, ആനന്ദും അരുണും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക, ബീഫ് ബിരിയാണി കഴിക്കാനായിട്ട് നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ പോവാ. പിന്നെ തൊട്ട് താഴെ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു, ഏതൻസ് എന്ന് പറയാം, അവിടെ പോവാ. ക്യാൻറ്റീനിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സാധനം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അപ്പുണ്ണി എന്നാണ് നമ്മളൊന്ന് പറഞ്ഞിരുന്നെന്ന് ഓർക്കുന്നത്. ക്രീം ബണ്ണ്, നാരങ്ങാവെള്ളവും ക്രീം ബണ്ണും. ഇന്ന് പലരോടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മിൽക്ക് ക്രീമും നാരങ്ങാവെള്ളവും കൂടെ നിങ്ങൾ കഴിക്കുമോ, അതിനൊരു കോമ്പിനേഷൻ ഇല്ലല്ലോ എന്ന് പറയും. പക്ഷെ കോമ്പിനേഷൻ ഇല്ലാത്ത പലതുമാണ് നമ്മൾ ഇന്ന് കോമ്പോസ് ആക്കി പല റെസ്റ്റോറൻറ്റിലും ഉള്ളതും പലരും ഫേമസ് ആയിരിക്കും. പഴംപൊരിയും ബീഫ് ഫ്രൈയും ഉണ്ട്, അലുവയും അയലക്കറിയും തന്നെ പലർത്തും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ തമാശയായിട്ട് കളിയാക്കി പറയുന്ന കാര്യമാണ്, അലുവ അയലക്കറിയും കൂടെ കഴിക്കാം. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇല്ലാത്തതെന്ന് പറയുന്ന. പക്ഷെ അലുവ അയലക്കറിയും കൂടി അടുത്തിടയ്ക്ക് കഴിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അലുവ അയലക്കറിയും കൂടെ ഒന്നിച്ചല്ല വിളമ്പിയത്. അലുവ അന്നത്തെ ഡിസേർട്ടായിരുന്നു. ഊണ് കഴിഞ്ഞിട്ട് ആ റെസ്റ്റോറൻറ്റിൽ ഡിസേർട്ടായിട്ട് കൊടുത്താണ്. അയലക്കറി അല്ല, എന്തോ ഒരു മീൻകറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഈ അലുവ അയലക്കറി എന്നുള്ളൊരു തമാശ രൂപേണ കേട്ടിട്ടുണ്ട്, അതൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ഞാനത് മുക്കി കഴിച്ചു. പക്ഷെ അതൊരു കോംബോ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ചിലർക്ക് ഇഷ്ടപ്പെട്ടേക്കും. അപ്പൊ നമുക്ക് അത് പറയാൻ പറ്റത്തില്ല. ആർക്ക് എവിടെയാണ് എന്താണ് ഇഷ്ടപ്പെടുക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ രുചികളും ടോണിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടോണിയോട് പറയാനും പറ്റത്തില്ല, ഇത് ടോണിക്ക് ഇഷ്ടപ്പെടരുത് എന്ന് പറയാനും പറ്റത്തില്ല. പക്ഷേ ഈ ഭക്ഷണ രീതികളിൽ എനിക്ക് വീണ്ടും ചങ്ങനാശ്ശേരിയിലേക്ക് തിരിച്ചു പോവുക. ചങ്ങനാശ്ശേരിയിൽ ഭക്ഷണം ഭയങ്കര സംഭവമാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ചില തട്ടുകട ഭക്ഷണം എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട തട്ടുദോശയും ചമ്മന്തിയൊക്കെ കിട്ടുന്ന ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലും തട്ടുദോശകൾ പ്രിയപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രണ്ട്സ് തന്നെ, ഞാനും വിനുവും അനൂപും
ജയകൃഷ്ണനും കൂടെ ഞങ്ങള് ഒന്നിച്ചൊന്ന് കൂടിയിരുന്നു. അപ്പൊ അവിടെ കൂടിയപ്പോഴത്തേന് അത് അവസാനം ഞങ്ങള് എടാ നമുക്ക് തട്ടുകടയിൽ പോകാമെന്ന് പറഞ്ഞു. ചിങ്ങവനം അടുത്തൊരു തട്ടുകട. അനൂപ് നമ്മളെ കൊണ്ട് വേറൊരു തട്ടുകടയിൽ പോയി. അത് അന്ന് അടവായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു ചേച്ചിയൊക്കെ നടത്തുന്ന ഒരു തട്ടുകട. അവിടെ ദോശയൊന്നും ഉണ്ടാക്കി കാസറോളിനകത്ത് വെക്കല്ല, അപ്പൊ തന്നെ ചുട്ടു തരും. ഒഴുകി നടക്കുന്ന ചമ്മന്തിയാണ്. അതിന്റെ കൂടെ ഒരു മുളക് ചമ്മന്തി ഉണ്ട്, അതിന്റെ കൂടെ സാമ്പാറും ഉണ്ട്. ഓംലെറ്റ് വൺ സൈഡ് വേണമെങ്കിൽ വൺ സൈഡ്, അല്ലെങ്കിൽ ബോത്ത് സൈഡ് പൊരിച്ചത് വേണമെങ്കിൽ അത്, അല്ലെന്നുണ്ടെങ്കിൽ ബുൾസൈ അങ്ങനെ കിട്ടും. അപ്പൊ അത് ആ ചൂടോടെ അന്നേരം ഉണ്ടാക്കി തരുന്ന തട്ടുദോശയ്ക്ക് ഒരു പ്രത്യേക രുചിയാണ്. അതിന്റെ കൂടെ ചമ്മന്തി, കട്ട ചമ്മന്തി ചിലർ കൊടുക്കുന്നവരുണ്ട്. ഒഴുകി നടക്കുന്ന ചമ്മന്തി അതും ഒന്ന് മിക്സ് ചെയ്ത് ആ ചൂട് ദോശ കഴിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഈ കാസറോളിൽ വെച്ച് ദോശ കിട്ടില്ല. അപ്പൊ ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ട്. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറെ രുചികൾ ഉണ്ടാവും. നമ്മള് പഠിച്ച സ്കൂളും ഒന്ന് തന്നെയാണ്. നമ്മൾ SH ലാണ് പഠിച്ചത്. അപ്പോ SH ഫ്രണ്ടിൽ തന്നെ 2 കടകളുണ്ടായിരുന്നു, ചെറിയ കടകൾ. ഈ പഫ്സും ഡ്രിങ്ക്സും കിട്ടുന്ന കട. അത് ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരാളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയുണ്ടായി, എന്റെ ഫ്രണ്ടിനോട് തന്നെ. അപ്പൊ അവിടുന്ന് ഈ പഫ്സിന്റെ കാർട്ടൺ ബോക്സിലാണ് അവർ പഫ്സ് കൊണ്ടുവരുന്നത്. അന്നൊരു ക്രീം ബണ്ണുണ്ട്. അതിനെന്താ 75 പൈസയോ അത്ര. അപ്പൊ ഈ പഫ്സിന്റെ ബോക്സ് ഇങ്ങനെ തുറക്കുമ്പം നമുക്ക് അന്ന് ക്ലാസ്സിൽ ഇതിന്റെ സ്മെല്ല് വരും. അത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ സ്മെല്ല് അടിച്ചിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഞാൻ ഫുഡി ആയിരുന്നു, അന്നും ഫുഡി ആയിരുന്നു. പക്ഷെ ഞാൻ പ്രത്യക്ഷത്തിൽ കാണിച്ചിട്ടില്ല, അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പൊ ഞാൻ അന്ന് നക്കപ്പിച്ചൊക്കെ സേവ് ചെയ്ത പൈസയായിട്ട് ചാടി വന്ന് ഈ പഫ്സ് കഴിച്ച് അതിന്റെ കൂടെ ഒരു ഓറഞ്ച് കലക്കിയ ഒരു ജ്യൂസ്, ഒരു രസ്ന പോലത്തെ ഒരു സംഭവം, അതും കുടിക്കുമായിരുന്നു. അത് കഴിഞ്ഞും നമ്മൾ വൈകുന്നേരം സ്കൂൾ വിട്ടു വരുമ്പോഴത്തേന് നമ്മൾ പുള്ളിക്കാരനെ ഓട്ടി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ഐസ്ക്രീം അല്ല, ഐസ് സ്റ്റിക്ക് ഒക്കെ വിളിക്കുന്നത്. അത് നമ്മുടെ ഫ്രണ്ട് സാജുവിന്റെ വീടിന്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അവിടെ വരുമ്പം ഐസ് സ്റ്റിക്ക്, അത് ഏറ്റവും വില കൂടിയ ഐസ് സ്റ്റിക്ക് എന്ന് പറയുന്നത് ഈ സേമിയ ഒക്കെ ചേർത്തുണ്ടായിരുന്ന ഐസ് സ്റ്റിക്കാണ്. അതിന് 1 രൂപയായിരുന്നു. ബാക്കിയല്ല 25 പൈസ 35 പൈസ മുതൽ ഒരു വേരിയേഷൻ ഉണ്ട്, അപ് ടു 1 റുപ്പീസ്. പലർക്കും, എനിക്കില്ലായിരുന്നു, പറ്റുബുക്ക് ഉണ്ടായിരുന്നു ഓട്ടിയുടെ അടുത്ത്. പലർക്കും പറ്റുബുക്ക് ഉണ്ടായിരുന്നു ഓട്ടിയുടെ അടുത്ത്. അപ്പൊ എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ വല്ലപ്പോഴും ഐസ് കഴിക്കത്തുള്ളൂ. പക്ഷെ എന്നാലും ആ സേമിയ പാലും കൂടെ ചേർത്തുണ്ടാക്കിയ ആ ഐസ് ഒരു പ്രത്യേക ഫ്ലേവർ, ടേസ്റ്റ്. പക്ഷെ ഈ കേരളത്തിൽ നിന്ന് വിട്ടിട്ട് അത് ഇങ്ങനെ ഇന്ത്യക്ക് അപ്പുറം വിദേശ രാജ്യങ്ങളിലും എല്ലാം അത് ഫുഡിന് വേണ്ടിയുള്ള ട്രാവലാണെങ്കിലും പണ്ട് ജോൺ മങ്കി എന്ന് പറഞ്ഞ ചാനലിലാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ ഈ SB കോളേജിന്റെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരുമെന്ന് എന്തെങ്കിലും സ്വപ്നത്തിലെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ SB കോളേജ് ഉണ്ടായിരുന്നപ്പോഴും ടോണി ഓർക്കുന്നുണ്ടാവും, നമ്മൾ കുറേ യാത്രകൾ പോകുമായിരുന്നു. യാത്രയോട് എനിക്ക് ഷാപ്പുകളിലൊക്കെ അപ്പൊ അന്ന് തന്നെ നമ്മൾ ഈ ഫുഡ് അന്വേഷിച്ച് പരിപാടികളുണ്ട്. ഒറ്റയടിപ്പാത എന്ന് പറഞ്ഞിട്ട് ഷാപ്പിൽ പോയത് അന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതിനെ കുറിച്ചൊരു കവിത എഴുതിയാണ്. ടോണിയൊക്കെ നമ്മുടെ കൂടെ വരുന്നത് ചില സമയത്തൊക്കെ ടോണി വരത്തുള്ളൂ. കാരണം ടോണി എന്താ വെച്ചാൽ കുറച്ച് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ എന്നാലും ടോണിയൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ജോളിയായിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ടോണി ഉണ്ടായിരുന്നു. നമ്മള് ചെറിയാന്റെ വീട്ടിൽ പോയ കുട്ടി പിന്നെ ഉണ്ടായിരുന്നു വണ്ടിപ്പെരിയാർ, വാളാടിയിൽ പോയത്, വണ്ടിപ്പെരിയാർ. അപ്പൊ വണ്ടിപ്പെരിയാർ പോകുന്ന സമയത്താണെങ്കിലും നമ്മളവിടെ പോകുന്നു, ഓറഞ്ച് തോട്ടത്തിൽ പോകുന്നു. അതിനകത്ത് ഈ നമ്മൾ കൂട്ടുകാരായിട്ട് ഒന്നിച്ച് പോകുന്ന ഒരു സന്തോഷമാണ്. പിന്നെ ആ യാത്ര ഒരു സന്തോഷമാണ്. യാത്ര ഞാൻ അന്നും എൻജോയ് ചെയ്തിരുന്നു. പക്ഷെ ഒരിക്കലും ഇതുപോലെ ഒരു ജോൺ മങ്കി എന്ന് പറഞ്ഞ ചാനലോ അല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് ആൻഡ് ട്രാവൽ എന്ന് പറഞ്ഞ ഒരു ചാനലോ തുടങ്ങുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ ഫുഡ് ആൻഡ് ട്രാവലിന്റെ പേരിടുന്നത് എങ്ങനെയാ? ആ ഒരു പേര് വരാൻ ഫുഡ് ഒത്തിരി പേരുകൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നോക്കി. ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് ആൻഡ് ട്രാവലോ ജോൺ മങ്കിയോ തുടങ്ങാനായിട്ട് ഞാൻ ആഫ്രിക്കയിലായിരുന്നപ്പം ഞാനൊരു ഹാൻഡിക്യാമൊക്കെ വാങ്ങി. എനിക്ക് ഈ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. ആഫ്രിക്കയിൽ നല്ല യാത്രയുടെ വീഡിയോസ് എടുക്കാനായിട്ട് നല്ല സ്കോപ്പുമാണ് ആയിരുന്നു. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സിനോട് പറഞ്ഞു, എനിക്ക് ഈ ക്യാമറയുടെ ഫ്രണ്ട് നിൽക്കാൻ ഭയങ്കര ചമ്മലായിരുന്നു. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ ഫ്രണ്ട് നിൽക്കുക, നിങ്ങൾ സംസാരിക്കുക, ഞാൻ വീഡിയോ എടുത്തോളാം, ഞാൻ പറയുന്ന പോലെ സംസാരിച്ചാൽ മതി. അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് കളക്ട് ചെയ്തൊക്കെ വെച്ചിരുന്നു. അവർക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അവർക്ക് യാത്ര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് ക്യാമറയും കുത്തി പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ യാത്രയുടെ കംഫർട്ട് പോകും, യാത്രയുടെ സന്തോഷം പോകും എന്നുള്ള രീതിയിൽ അവർ പിന്നെ അതിനകത്തൊന്നും മാറി. അപ്പോൾ പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് പതുക്കെ വീണ്ടും ഈ അസുഖം തുടങ്ങിയത്. വീഡിയോ എടുക്കണം. അതേക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ
യാത്ര ജീവിതത്തിൻ്റെ ഒരു ആവശ്യമായി മാറിയ ആളാണ് എബിൻ എന്നാണ് എൻ്റെ ഒരു സങ്കല്പത്തിലുള്ളത്. പഠിക്കുന്ന കാലത്തൊന്ന് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് BBA MBA അങ്ങനെ വേറെ കാഴ്ചകൾ, പിന്നെ പ്രണയം, വിവാഹം, പിന്നെ അങ്ങനെ നേപ്പാളിലും സൊമാലിയ, ആഫ്രിക്ക ഇങ്ങനെ കൺട്രീസിലൊക്കെ കുറെ യാത്ര ചെയ്തല്ലേ. അതിനെക്കുറിച്ചിട്ട് ഒന്ന് വിശദീകരിച്ചിട്ട് പോവുകയാണെങ്കിൽ ആൾക്കാർക്ക് കുറച്ചുകൂടെ അറിയാത്തൊരു എബിനെ അറിയാൻ പറ്റും തോന്നുന്നു. അതായത് ഞാൻ MBAക്ക് പഠിക്കാൻ പോകുന്ന സമയം ആദ്യത്തെ ഇതൊരു ഞാൻ ചെറുതായിട്ടൊന്ന് എഴുതി തുടങ്ങിയതാണ് അതിനെക്കുറിച്ച്. പക്ഷെ അത് പിന്നെ കംപ്ലീറ്റ് ആക്കാനായിട്ട് സമയം കിട്ടാഞ്ഞോണ്ട് എഴുതിയില്ല. MBAക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴത്തെ എന്നോട് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ ഒക്കെ പറഞ്ഞ, എടാ നീ നോർത്ത് ഇന്ത്യയിലോട്ടാ പോകുന്നത്, അവിടെ ചെന്ന് പ്രണയിക്കാനൊന്നും നിന്നേക്കരുത്, നീ നേരെ തിരിച്ചു വരണം, കേരളത്തിൽ നിന്ന് തന്നെ പെണ്ണ് കെട്ടണമെന്നൊക്കെ പറഞ്ഞ് വിട്ടാൻ. പക്ഷെ അവിടെ ചെന്ന് ഞാൻ പ്രണയിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എന്തായാലും വീട്ടിൽ സമ്മതിക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസം തോന്നല്, ഒരു പ്രിജുഡൈസ്ഡ് അതുണ്ടായിരുന്നോണ്ട് ഞാൻ പതുക്കെ അവോയ്ഡ് ചെയ്ത് നേപ്പാളിൽ പോയി. നേപ്പാളിൽ നിന്ന് കുറെ നാള് ലോകത്തും തന്നെ സ്കിപ്പ് ചെയ്ത് നിന്ന പോലത്തെ ഒരു അനുഭവമായിട്ടാണ്. ഞാൻ കംപ്ലീറ്റ്ലി ലോകത്തിന് വലിയ അറിവില്ലാത്തൊരു വ്യക്തിയൊക്കെയാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ നേരെ നേപ്പാളിൽ ചെന്ന് നേപ്പാളിൽ ഒരു NGO വർക്ക് ചെയ്തേ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നേപ്പാളിൽ ഞാനുള്ള കാര്യവും നാട്ടുകാരൊക്കെ അറിഞ്ഞു തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോഴത്തേന് ഞാൻ പിന്നെ അവിടുന്ന് വേറൊരു NGO ഒരു ഏജൻസിക്ക് അപ്ലൈ ചെയ്തു, ഡെവലപ്മെന്റൽ ഏജൻസിക്ക്. അങ്ങനെ ഞങ്ങൾ സോമാലിയയിൽ പോയി. സോമാലിയ ആണ് ആഫ്രിക്കയിൽ ആദ്യമായിട്ട് ചെല്ലുന്നത്. പക്ഷേ ഈ സൊമാലിയ നമ്മളെപ്പോഴും പറയുന്നത്, ഇപ്പം ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഭക്ഷണം കഴിക്കാത്ത ജനത്തിൻ്റെ ഒരു പ്രതീകം എന്ന് പറയുന്നത് സൊമാലിയായിട്ടാണ് എപ്പോഴും ചിത്രീകരിച്ചിരിക്കുന്നത്. ശരിക്കും അങ്ങനെ ഉള്ളതാണോ സൊമാലിയയിലെ ഈ ദാരിദ്ര്യം പറയുന്നത്? അതെ, ഉള്ളതല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ കണ്ട ആ ദാരിദ്ര്യം നമ്മൾ പഠിക്കുന്ന സമയത്താണ് അതൊക്കെ വന്നത്. കംപ്ലീറ്റ് ഡ്രൗട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഭക്ഷണത്തിന്റെ ക്ഷാമം ഉണ്ടായി. അവരെല്ലാം അതിൽ മാൽന്യൂട്രീഷൻഡ് ആയിട്ടുള്ള കുറേയേറെ കുട്ടികളെയാണ് നമ്മൾ ഫോട്ടോസ് ആയിട്ട് കാണുന്നത്. ഭക്ഷണം ഇല്ലാതെ വയറ് ചാടിയിട്ട് മെലിഞ്ഞ് തൊലിഞ്ഞിട്ട് വയറ് മാത്രം ചാടി നിൽക്കുന്ന ഒരു ഫോട്ടോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് ആ സമയത്തുണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞ് സൊമാലിയക്ക് കുറേയേറെ ഗവൺമെന്റ് ഇല്ലായിരുന്നു. കുറേ നാള് സൊമാലിയക്ക് ഒരു പ്രോപ്പർ ഗവേണൻസ് ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സൊമാലിയ എന്നുള്ള വലിയ രാജ്യം രണ്ടായി. സൊമാലിലാൻഡായി. അത് കഴിഞ്ഞത് ഇടയ്ക്ക് മൂന്നായി. പുണ്ട്ലാൻഡ് എന്ന് പറഞ്ഞ വേറൊരു ഒരു ചെറിയ പ്രദേശം വന്നു. അതിനകത്ത് ഇടയ്ക്ക് ഇവര് തമ്മിലുള്ള വാർലോഡ്സ് തമ്മിലുള്ള വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ദിവസം ഞങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാകുന്നതുകൊണ്ട് ഞങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്തു, നമുക്ക് ഒരു കിച്ചണുള്ള സൗകര്യം ഉണ്ടാക്കിയത്. നമ്മൾ ഈ അവരുടെ ഈ ഒരു അപ്പാർട്ട്മെന്റ് പോലെയാണ്, ശരിക്കും ക്വാർട്ടേഴ്സാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ആ ഏജൻസി തന്ന ക്വാർട്ടേഴ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ബാൽക്കണി ഉണ്ട്, വലിയ ബാൽക്കണിയാണ്. അപ്പം അവിടെ ഒരു ചെറിയൊരു കിച്ചൺ പോലെ ചെയ്തു തരാൻ പറ്റും. അപ്പം അവർ കിച്ചൺ പോലെ ചെയ്തു തന്നു. ഇന്ത്യയിൽ നിന്ന് റൈസ് കൊണ്ടു തന്നു, എല്ലാം കിട്ടുമായിരുന്നു. ലെന്റിൽസ്, പരിപ്പ്, അതെല്ലാം അവിടെ കിട്ടത്തില്ലായിരുന്നു, നമ്മൾ കൊണ്ടുതന്നു. അവർ കൊണ്ടുതന്നു നമുക്ക് വേണ്ടിയിട്ട്. അങ്ങനെ കൽപ്പിത ഒരു ദിവസം ഈ കിച്ചന്റെ അകത്ത് നിന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ ആൾക്കാർ ഈ ഓപ്പൺ ജീപ്പിൽ അവരൊരു മെഷീൻ ഗണ്ണൊക്കെ വെച്ചിട്ട് എല്ലാം അവരുടെ പവർ ഷോ ആണത്. അപ്പൊ അത് അടിച്ചുകൊണ്ട് അത് കുഞ്ഞു പിള്ളേരൊക്കെയാണ് അതിനകത്ത് നിന്ന് ഈ അടിക്കുന്നത്. 8 വയസ്സോ 9 വയസ്സോ ഉള്ള പിള്ളേരുടെ കയ്യിൽ റൈഫിളുമായിട്ട് ഇറങ്ങുന്ന സമയമാണ് അവിടെ. ഓക്കെ. അപ്പോൾ ഒരു ദിവസം ഞാൻ ഈ കൽപ്പിത ഇങ്ങനെ പാചകം ചെയ്യുമ്പോഴത്തേന് ഒരു ബുള്ളറ്റ് വന്ന് കൽപ്പിതയുടെ തലയുടെ മേളിൽ കൂടെ ഭിത്തിയിൽ ഇടിച്ചിട്ട് ആ മണ്ണെല്ലാം കൂടെ പൊട്ടി താഴെ വീണു. അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ എഴുന്നേറ്റ് ചാടി ഓടി അകത്ത് കയറിയിട്ട് വന്നു ഇന്നൊരു സമയം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആ സാധനങ്ങളെല്ലാം അകത്ത് വെച്ച് ഞങ്ങൾ റൂമിനകത്ത് തന്നെയായി പാചകം, പുറത്തുള്ള പാചകം നടത്തി. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്നതിന് അടുത്ത് തന്നെ ഒരു ഒയാസിസ് ഉണ്ട്. അപ്പൊ ആ ഒയാസിസിൽ ഒരു പിക്നിക്ക് പോകാൻ തുടങ്ങി. അപ്പൊ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, മുഹമ്മദ് എന്ന് പറഞ്ഞ്. അദ്ദേഹത്തിന്റെ ഫാമിലിയും ഞാനിങ്ങനെ ചോദിച്ചു നമുക്കൊരു പിക്നിക്ക് പോയാലോ. അപ്പൊ നമുക്കൊരു ഗൺമാനുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ, ജോസ് എന്നാണ് വിളിക്കുന്നത്, ജോസ് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു 10 പേരുണ്ട്. ഓക്കെ. അവരെല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ ഞാനും കൽപ്പിതയും വിക്കിയും. കൽപ്പിത എൻ്റെ വൈഫ്. അതെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പിക്നിക്കിന് പോയി. ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് ബൊസാസോ എന്ന് പറഞ്ഞ ടൗണാണ്. അവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട് ഈ ഒയാസിസ് വരെ. ഞങ്ങൾ അവിടെ ചെന്നു. അവിടുത്തെ ഈ ഒയാസിസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ
ബിയോ കുളള എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ബിയോ എന്ന് പറഞ്ഞാൽ വാട്ടർ. മരിപ്പച്ച എന്ന് പറയുന്ന അല്ലല്ല, അതുപോലെയാണത്. മരിപ്പച്ചയാണ്. പക്ഷെ ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രത്യേകത ഇത് നാച്ചുറൽ ഹോട്ട് സ്പ്രിംഗ് ആണ്. ഓക്കെ. അപ്പൊ അത് മേളിൽ നിന്ന് അവർ കളക്ട് ചെയ്തിട്ട് അതിങ്ങനെ ഒഴുകി താഴോട്ട് വരും. പല ടാങ്കുകളിലായിട്ട് കളക്ട് ചെയ്താൽ വരുന്നത്. ഏറ്റവും മേളത്തെ ടാങ്കിൽ ഏറ്റവും തിളച്ച് നിൽക്കുന്ന പോലത്തെ വെള്ളം, പറയുന്നത് കറക്റ്റ് അതേ രീതിയിൽ തന്നെ അല്ലേ? അത് തന്നെ, അതേപോലെ തന്നെ. അപ്പോൾ ഏറ്റവും തിളച്ച് നിൽക്കുന്ന വെള്ളം. അത് കഴിഞ്ഞ് ഏറ്റവും താഴത്തതിനകത്ത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഈ മുഹമ്മദിന്റെ ഫാമിലിയിൽ ആൺപിള്ളേരെല്ലാം തന്നെ തുണിയെല്ലാം ഊരിയിട്ട് അവന്മാർ ഏറ്റവും താഴത്തെ ടാങ്കിൽ ചാടി. ശരി. അപ്പൊ പിന്നെ ചൂടാണ് അവിടെ? ചൂടുണ്ട്, ചൂടുള്ള വെള്ളമാണ്. പക്ഷെ അത് ഭയങ്കര ക്യൂറിങ് ആണെന്നൊക്കെയാ പറയുന്നത്. എനിക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. ക്യൂറിങ് ആയിരിക്കാം, സൾഫറോ അങ്ങനെ എന്നൊക്കെ ചേർന്ന് വരുന്ന ഒരു വെള്ളമാണ്. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മുട്ടയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പുള്ളി. മുട്ടയുണ്ട്, ടൂണയുടെ ടിന്നുണ്ട്. അപ്പോൾ പെണ്ണുങ്ങൾ പായൊക്കെ വിരിച്ചിട്ട്, പഴയ പായില്ലേ നമ്മളിങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ ഉപയോഗിക്കുക വീട്ടിലിങ്ങനെ വിരിച്ചിട്ട്, അപ്പോൾ ആ പായൊക്കെ അതിൽ ബ്രെഡ് ഉണ്ട്, ലോങ് ബ്രെഡ് ആണ്. ആ ബ്രെഡ് കട്ട് ചെയ്ത് അതിനകത്ത് ടൂണ ഫില്ല് ചെയ്ത് ലെറ്റ്യൂസ് കിട്ടും അവിടെ. ലെറ്റ്യൂസ് ഫില്ല് ചെയ്ത് അതെല്ലാം റെഡിയാക്കുന്നു. അതിൻ്റെ കൂടെ മയോണൈസൊക്കെ സാൻഡ്വിച്ച് മോഡൽ ചെയ്യാം. ആ കൂടെ മുട്ട പുഴുങ്ങാനായിട്ട് മുഹമ്മദ് മേളിൽ പോയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ആ കൂടെ തന്നെ മുട്ട പുഴുങ്ങുന്നിടത്ത് പോയി. പുള്ളിയുടെ ഒരു കസിനും ഉണ്ടായിരുന്നു മുട്ട പുഴുങ്ങാനായിട്ട്. അവർ ആ വെള്ളത്തിൽ തന്നെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ആ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം, സാറിന് ഇടുന്നതിൽ ചൂട് കൂടുതൽ നേരം ഇടണമെന്നേ ഉള്ളൂ. അപ്പൊ അവിടെ ഇങ്ങനെ പുള്ളി ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എന്നാൽ കുറച്ചങ്ങോട്ട് നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. യു ക്യാൻ ഗോ അറൗണ്ട്, നോ വറീസ് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതിലെ മേളിലോട്ട് കയറി കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് ഒരു 1-2 ആട്, അപ്പോൾ ചെന്നായല്ല ഹൈനാസ്, പുള്ളിപ്പുലി ഈ ആട്ടുപറ്റത്തിനെ ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. പുള്ളിപ്പുലി ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിക്കി എന്ത് ചെയ്തു, കുറച്ച് കല്ലെടുത്ത് പുള്ളിപ്പുലിക്കിട്ട് എറിഞ്ഞു. പുള്ളിപ്പുലി ഓടിപ്പോയി. ആ കൂടെ തന്നെ ആടും എല്ലാം കൂടെ കരഞ്ഞുകൊണ്ട് ഓടി. അപ്പോഴത്തേന് ഇതിൻ്റെ ഈ ഷെപ്പേർഡ് ആട്ടിടയൻ കയറി വരുന്നുണ്ട്. പുള്ളിയുടെയിലും ഗണ്ണുണ്ട്. പുള്ളി അന്നേരം യു ക്രിസ്ത്യൻ എന്നൊക്കെ പറയും. ഈ മറ്റേ വിക്കിക്ക് മറ്റേ സിഖ് ടർബനും ഒക്കെ കണ്ട് പുള്ളിക്കാരൻ മെഷീൻ ഗൺ കടകടാന്ന് എയറിൽ ഷോട്ട് അടിച്ചു. യു ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ നേരെ വന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഓടി തിരിച്ച് മുഹമ്മദിന്റെ അടുത്ത് വന്നു. മുഹമ്മദിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നിങ്ങളല്ലേ പറഞ്ഞത് ഇത് ഭയങ്കര സേഫ് ആണ്. അപ്പോൾ don't worry Jose, this is normal here. He was protecting his sheep. By chance here nothing would happen. By chance sometimes if his gun angle is wrong, by chance it may hit you and you may die, that's all, otherwise nothing. വളരെ കൂളായിട്ടാണ് പുള്ളി ഇത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഉള്ള എക്സ്പീരിയൻസസും ഈ സൊമാലിയയിൽ ഉണ്ടായിരുന്നു. സൊമാലിയെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും നമ്മൾ ഫുഡിനെ കുറിച്ച് ചിന്തിക്കും, നല്ല ഫുഡ് ഉണ്ടാവുമോ അവിടെ, ആഫ്രിക്കയിൽ നല്ല ഫുഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ശരിക്കും ആഫ്രിക്കൻ ഫുഡുകൾ പലതും നല്ലതാണ്. ഞാൻ എത്യോപ്യയിലുണ്ടായിരുന്നു. എത്യോപ്യൻ രുചികൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ സ്പൈസസ് ഉപയോഗിക്കുന്ന എത്യോപ്യയിൽ. കാരണം അവർക്കൊരു എഞ്ചിറ എന്ന് പറഞ്ഞൊരു ഡിഷുണ്ട്. നമ്മുടെ ദോശയാണ്, നമ്മുടെ ദോശയുടെ ഒരു വലിയ ദോശ, സുമോ ദോശ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുപോലെ സൈസാണ്, വലിയ സൈസാണ്. ചിലടത്ത് അത് അവർ വിരിച്ച് തന്നെ നമുക്ക് വിളമ്പും. എന്നിട്ട് വിരിച്ചിട്ട് അതിനകത്ത് തന്നെ കറികൾ, ഫില്ലിങ്സ് അല്ല, കറികളാണ്, പല കറികളാണ്. നമുക്ക് ചോറിന് പല കൂട്ടാൻ കറികളില്ലേ, അതുപോലെ ദോശയുടെ പുറത്ത് തന്നെ അവർ അറേഞ്ച് ചെയ്യും. അതിനകത്ത് നോൺ വെജ് കറികളുണ്ടാവും, ഗ്രേവി ഉള്ള കറികളുണ്ടാവും, ഗ്രേവി ഇല്ലാത്ത തോരനല്ല മെഴുക്കുവരട്ടി പോലത്തെ ഈ ബീട്രൂട്ടൊക്കെ അവർ മെഴുക്കുവരട്ടി പോലെ തന്നെ ചെയ്തിട്ട് വിളമ്പുന്നുണ്ടാവും. അതിനകത്ത് ചിലതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അവർക്ക് ദുരോവാത്ത് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിന് നല്ല ടേസ്റ്റാണ്. കോഴിക്കറിയാണ് ദുരോ വാത്ത് എന്ന് വെച്ചാൽ കോഴി കറി. ദുരോ എന്ന് പറഞ്ഞ കോഴി, വാത്ത് എന്ന് പറഞ്ഞാൽ ഈ ഗ്രേവി ഉള്ള കറി. അവർ ചെയ്യുന്നത് എന്നാ വെച്ചാൽ ഒരു കോഴിയെ 12 മുറിച്ചിട്ട് 12 പീസസ് ആയിരിക്കും. അതെ. നമ്മുടെ നാട്ടിലും പണ്ട് കോഴിയെ മുറിക്കുന്നതിനൊരു രീതി ഉണ്ടായിരുന്നു, കട്ടിങ്, അത് കുറവതിരിക്കാന്നായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ മുറിക്കത്തുള്ളൂ. ഇവരിപ്പോഴും അവരുടെ ആ ട്രഡീഷണൽ രീതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരുപാട് രാജ്യങ്ങളിലും പല സ്റ്റേറ്റുകളിൽ യാത്ര ചെയ്ത് ഏറ്റവും ഹൃദ്യമായ ഒരു ഭക്ഷണം എവിടുത്തെ ആയിരിക്കും? അങ്ങനെ വല്ലതും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാളുടെ ടേസ്റ്റ് മറ്റൊരാൾക്ക് ഡിഫറെന്റ് ആയിരിക്കാം, എന്നാൽ പോലും അങ്ങനെ, അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. തുടക്കത്തിൽ ഞാൻ പറയുമായിരുന്നു എനിക്ക് കേരളത്തിലെ ഫുഡാണ് ഇഷ്ടം. പക്ഷെ നമ്മൾ കുറേ പുറത്ത് സഞ്ചരിച്ച് കഴിച്ചു കഴിയുമ്പോഴത്തേന്
ഇപ്പോഴാണെങ്കിലും എനിക്ക് ചില സ്ഥലങ്ങളിലെ ഫുഡ് കഴിക്കാനായിട്ട് തോന്നും. ചിലപ്പോൾ ഗോവൻ, ഈ ഇപ്പോൾ സീ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീ ഫുഡ് കിട്ടിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മംഗലാപുരമാണ്. ഓക്കെ. മംഗലാപുരത്തെ ഗീ റോസ്റ്റും ഗ്രീൻ റോസ്റ്റും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സീ ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മംഗലാപുരത്തെ സീ ഫുഡാണ്. പക്ഷെ എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും നല്ല സീ ഫുഡ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ ടേസ്റ്റ് മാച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈവൻ കേരളത്തിലെ തന്നെ ഏറ്റവും ഹൃദ്യമായ രുചി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇല്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മുടെ നാടൻ രുചികളെന്ന് പറയുന്ന പലതും നാടൻ രുചിയല്ല, പലതും നമ്മൾ ഉൾക്കൊണ്ട രുചികളാണ്. അതെ. കപ്പ പോലും നമ്മുടെ നാടനല്ല. കപ്പ നല്ല ബ്രസീലിൽ നിന്ന് വന്ന സാധനം, പോർച്ചുഗീസുകാർ കൊണ്ടുവന്നു. അതെ അതെ. പപ്പയ അതൊന്നും നാടനല്ല. അല്ല. നമ്മളിവിടെ പുട്ടെന്ന് പറയുന്ന സാധനം, ഈ പുട്ടിന്റെ വേറൊരു വേർഷൻ ഞങ്ങൾ ഒരു പ്രാവശ്യം ആസാമിൽ പോയപ്പം അവിടുന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു അമ്മച്ചി, പുള്ളിക്കാരത്തെ ഇങ്ങനെ എന്തോ ആവി കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിനീതിനോട് പറഞ്ഞു, എടാ നമുക്കൊന്ന് പോയി നോക്കിയാലോ അതെന്താ സംഭവം. അവിടെ ചെന്ന് പുള്ളിക്കാരത്തിയോട് ഓർഡർ ചെയ്തു. പുള്ളിക്കാരത്തി പീട്ട എന്ന് പറഞ്ഞു. പീട്ട. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താ. അപ്പോൾ ഞങ്ങൾ മേടിച്ച് കഴിച്ചു. അതിനകത്ത് ശർക്കരയും തേങ്ങയും ഒക്കെ വെച്ച് നമ്മുടെ തനി പുട്ട്. നമ്മുടെ പുട്ടിന്റെ ഷേപ്പ് അല്ലെന്നേ ഉള്ളൂ. അതെങ്ങനെ സ്റ്റീം ചെയ്ത് തന്നെ നമ്മുടെ അരി കൊണ്ടുണ്ടാക്കുന്ന പുട്ട്. എന്ത് പാത്രത്തിലാണ് പുട്ടിന്റെ? ഒരു കലത്തിലാണ് അവർ ചെയ്തത്. എന്നിട്ട് നമ്മുടെ ചെറ്റപ്പുട്ടിന്റെ ഏകദേശ ഷേപ്പിലാണ് അത് പറയുക. അതുപോലത്തെ ഒരു ഇതിലാണ് ചെയ്തത്. ഇതേ പീട്ട എന്നുള്ള പേരിൽ നമ്മൾ ഒഡീഷയിൽ വരികയാണെന്നുണ്ടെങ്കിൽ കട്ടക്കില് ഇതുപോലെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അത് ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത്, ഒഡീഷയിൽ പഠിക്കുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഈ ഫുഡ് ബ്ലോഗുമായിട്ട് സഞ്ചരിച്ചപ്പോഴത്തേന് ഈ അമ്മച്ചി ഇതുപോലെ തന്നെ ഈ പീട്ട വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പീട്ടാന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പുട്ടല്ലേ എന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ പുട്ടല്ല, ഇത് അവിടെ ദോശയാണ്. ദോശയല്ല, ദൊഡ്ഡലിയാണ്. രാമശ്ശേരി ഇഡ്ഡലിയാണ്. അതേപോലെ രാമശ്ശേരി ഇഡ്ഡലി പോലെ തന്നെ അവർ ചെയ്യുന്നത് കലത്തിന്റെ മേളിൽ ഈ തുണി വിരിച്ചിട്ട് അതിന്റെ പുറത്തൊഴിച്ച് ട്രഡീഷണൽ രീതിയിൽ ചെയ്ത് അവർ ഇലയിൽ തന്നെ വിളമ്പും. എന്നിട്ട് അവർ ചട്നി തരും. ആ ചട്നിക്ക് നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലിയിൽ ഒരു ഗാന്ധി ചട്നി എന്ന് പറഞ്ഞൊരു ചട്നി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചട്നി തരും. ചട്നിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രുചികൾ ഞാൻ പറയുന്ന പോലെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ രുചികൾ നമ്മുടെ നാട്ടിലെ തന്നെയല്ല. അതെ അതെ അതെ. അത് ഓരോരുത്തർ അഡാപ്റ്റ് ചെയ്യുന്ന. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ പഫ് പൊറോട്ട ഉണ്ട്. പൊറോട്ട പഫ് എന്നോ പഫ് പൊറോട്ട എന്നാ പറയുന്നത്. അത് ഈ പൊറോട്ട വീശുന്ന പോലെ വീശിയിട്ട് അതിനകത്ത് നോൺ വെജ് എല്ലാം ഫില്ല് ചെയ്ത് അതിന്റെ സ്റ്റഫ് എല്ലാം ഫില്ല് ചെയ്ത്. അതെവിടെ കിട്ടും? അത് നമ്മുടെ ആലുവയിൽ ഗ്രാൻഡ് ഹോട്ടലിൽ കിട്ടും. വർഷങ്ങളായിട്ടുള്ളത് അത്. അപ്പൊ ഞാനത് വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കറിയത്തില്ലായിരുന്നു അത്. ഞാൻ വിചാരിച്ചു ഇവർ ഇന്നോവേറ്റ് ചെയ്തതാന്നാ വിചാരിച്ചത്. പക്ഷെ അത് ശരിക്കും ശ്രീലങ്കയിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രീലങ്കയിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് ഇവിടെ ഉണ്ട്. അവിടുന്ന് വന്നതാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രുചികൾ നമ്മൾ പണ്ടോട്ടേ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ രുചികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ അറബ് ഇൻഫ്ലുവൻസ്, ഇന്ന് മാത്രമല്ല ഈവൻ പല സമയങ്ങളിലും അറബ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു, യൂറോപ്യൻ ഇൻഫ്ലുവൻസ് ഉണ്ട്, ആഫ്രിക്കൻ ഇൻഫ്ലുവൻസും പല സ്ഥലങ്ങളിൽ, കേരളത്തിലല്ല ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ആഫ്രിക്കൻ ഇൻഫ്ലുവൻസും ഉണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്മൾ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ സിദ്ധി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവര് ആഫ്രിക്കൻസ് തന്നെയാണ്. സിദ്ധി. ഇപ്പോൾ ഒരു പ്രാവശ്യം ഗുജറാത്തിൽ ഇങ്ങനെ ഒരു ആഫ്രിക്കൻ വില്ലേജ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഗുജറാത്തിൽ ചെന്നു. അവര് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഭാഷ, ഗുജറാത്തി ഭാഷയും ഹിന്ദിയും ഒക്കെ നന്നായിട്ട് സംസാരിക്കും. അവരുടെ ഭാഷ വേറെ ഇല്ല, ആഫ്രിക്കൻ ഭാഷയൊന്നുമില്ല. അവരുടെ ജീവിത രീതി നമ്മുടെ ഇന്ത്യൻ ജീവിത രീതി പോലെ തന്നെ സാരി ഉടുക്കും, മുണ്ടുടുക്കും, മുണ്ടല്ല ധോത്തി, അത് ചെയ്യും. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ പക്ക ആഫ്രിക്കനാണ്. കാപ്പിരി മുടിയാണ്, കളറും ഇച്ചിരി ഡാർക്കർ സ്കിന്നാണ്, സ്റ്റൗട്ട് ബോഡിയാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് നോക്കുമ്പോഴത്തേന് ഒരു ആഫ്രിക്കൻ ലുക്കാണ്. പക്ഷെ അവരുമായിട്ട് ജീവിച്ചു കഴിയുമ്പോഴത്തേന് അവർ പക്ക ഇന്ത്യൻസ് തന്നെയാണ്, ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. മോർ ദാൻ 8 generations ആയിട്ട് അവർ ഇവിടെ തന്നെ ഉള്ളവരാണ്. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ബുക്ക് വായിച്ചപ്പോൾ ഞാനിങ്ങനെ അറിഞ്ഞു, ആഫ്രിക്കയിൽ നിന്ന് ഒരു സമയത്ത് അടിമകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, കൈമാറ്റം ചെയ്യുന്ന ഇങ്ങോട്ട് അടിമകളായിട്ട്, അന്ന് അടിമകൾ ഉണ്ടായിരുന്ന സമയമാണല്ലോ, അങ്ങനെ കൊണ്ടുവന്ന ഒരു കമ്മ്യൂണിറ്റി ഇവിടെ തങ്ങി. ചിലര് അന്നത്തെ രാജാക്കന്മാരുടെ കൂടെ പടയാളികളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്, യുദ്ധത്തിന് പോയിട്ടുണ്ട് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർ പിന്നീട് സെറ്റിൽ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അത് ഗുജറാത്തിൽ മാത്രമല്ല, കർണാടകയിലുണ്ട്. കർണാടകയിൽ ഞങ്ങൾ പോയിരുന്നു. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇവരെല്ലാം
പതുക്കെ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻസ് ആയി വരുന്നേ ഉള്ളൂ. അവര് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആണ്. നമുക്ക് ഈ കാസ്റ്റ് സിസ്റ്റം പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിലുള്ളതാണല്ലോ. അതുകൊണ്ട് അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിലോട്ടുള്ള കമ്മ്യൂണിറ്റികളിലോട്ടുള്ള ഈ കല്യാണങ്ങളോ അങ്ങനെ കുറവാണ്. ഇപ്പൊ പതുക്കെ അക്സെപ്റ്റ് ആയി വരുന്നുണ്ട് എന്നാണ് കേട്ടത്. പക്ഷെ അല്ലെന്നുണ്ടെങ്കിൽ അത് കുറവാണ്, മിങ്കിളാവുന്നത് വളരെ കുറവാണ്. പക്ഷെ ഇതിനിടയ്ക്ക് ഒരുപാട് ട്രൈബൽസിന്റെ ഇടയിലൊക്കെ പോയിട്ടുണ്ട്. ഈ സന്താൾ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ വീഡിയോ ഞാൻ കണ്ടിരുന്നു, ഈ ട്രൈബൽ ഫുഡിനെ കുറിച്ച്. പക്ഷേ ചില സമയത്ത് നമുക്ക് ഭയങ്കര റോ ആയിട്ട് അത് ഫീൽ ചെയ്യില്ലേ, ഈ രക്തമൊക്കെ ചേർത്ത് കഴിക്കുന്നത്. അത് കാണിക്കുമ്പോഴും കാണുമ്പോഴും നമ്മളുടെ രീതി നമ്മൾ കുറച്ച് കൂടുതൽ ഹൈജീനിക്കായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും. പക്ഷേ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ ഒരു ആ ഒരു വൃത്തിയുടെ രീതികളില്ല. പക്ഷെ അവർക്ക് ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ് താനും. എങ്ങനെയത്? ഒരുപക്ഷെ നമ്മുടെ വയറിന് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വരില്ല ചില കാര്യങ്ങൾ. കാരണം നമ്മളിപ്പോൾ ചില ഫുഡ് കഴിച്ചിട്ട് നമ്മൾ രണ്ടുപേരും ഒരു ഫുഡ് കഴിച്ചിട്ട് ചിലപ്പോൾ എനിക്കായിരിക്കും വയറ്റിൽ പ്രശ്നം വരിക, ടോണിക്ക് വരണമെന്ന് നിർബന്ധമില്ല. അത് നമ്മുടെ വയറ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, നമ്മുടെ മനസ്സിന്റെ കൂടെ ആയിരിക്കും. മനസ്സുകൊണ്ട് വയറ് ഇത് ഫിസിക്കൽ കെമിക്കൽ കോമ്പിനേഷൻസ് എല്ലാം. പക്ഷേ ഈ സന്താൽ കമ്മ്യൂണിറ്റിയുടെ അടുത്ത് പോയി വീഡിയോ ചെയ്തതും അതേപോലെ തന്നെ നീറ്, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ അടുത്ത് പോയി നീറിന്റെ ചമ്മന്തി, നീർന്ന് പറഞ്ഞ അറിയത്തില്ല, ആൻഡാണ് എന്താ പറഞ്ഞ മിശ്രെന്നും പറയും, മിശ്ര അല്ലെന്നുണ്ടെങ്കിൽ നീറ്. അപ്പൊ അതിന്റെ കൂട് പൊട്ടിച്ചിട്ട് ആ നീറും പുളിയുറുമ്പെന്ന് പറയുന്ന സാധനം, ശരിക്കും പറഞ്ഞാൽ പുളിയുറുമ്പ്, അതിന്റെ ഉറുമ്പിന്റെ മുട്ടയും കൂടെ കൂട്ടി ഇവര് ചമ്മന്തി ഉണ്ടാക്കും. അതിനകത്ത് കാന്താരി മുളക് കൂടെ ചേർത്ത്. അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. നമുക്കത് ചിന്തിക്കുമ്പോൾ അത് എങ്ങനെ കഴിക്കും എന്നൊക്കെ നമ്മൾ ആദ്യം ചിന്തിക്കും. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കാന്താരി മുളകിന്റെ എരിവുണ്ട്, ഈ പുളിയുറുമ്പെന്ന് തന്നെയല്ലേ പറയുന്നത്. ആ പുളിയുറുമ്പെന്ന് പറയാനായിട്ടുള്ള കാരണം അതിലൊരു അസിഡിറ്റി ഉണ്ട്, ആസിഡ് ഉണ്ട് അതിന്. ഈ ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വേദന എന്താ പറയാ, ഹോർമോൺ, അതിന്റെ ഒരു ഹോർമോണൽ അല്ല, അതെന്തോ ഒരു ആസിഡ്, എന്തോ അസിഡിക് ആസിഡ് ആണോ അതോ ഞാൻ മറന്നുപോയി. ആസിഡ് നമ്മൾ പഠിച്ചതാണ്, ഫോർമിക് ആസിഡ് ആണോ നമ്മൾ സ്കൂളിലോ കോളേജിലോ അതിന് പഠിച്ചത്. ഓക്കെ, അത് തന്നെ. അപ്പോൾ അത് ആ അസിഡിറ്റി ഉള്ളത് കൊണ്ട് ആ പുളിപ്പുണ്ട്. ഇതിരിക്കും തോറും ഇതിന്റെ പുളിപ്പ് കൂടി വരും. കാച്ചിലിന്റെ കൂടെയോ കപ്പയുടെ കൂടെ, അവിടെ കാച്ചിലും കപ്പയൊക്കെ കൂട്ടിയാണ് ഞങ്ങൾ കഴിച്ചത്. അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്ക് പുച്ഛമൊക്കെ തോന്നിയേക്കും, പക്ഷെ അത് ഹെൽത്തി ആണെന്നാണ് അവരുടെ വിശ്വാസം. ഈ പറഞ്ഞ ഹെൽത്തി ആണോ അല്ലയോ എന്നല്ല, അങ്ങനെ ശീലിച്ച സാധനം നമ്മളിവിടെ നാട്ടിൽ വന്ന് നമുക്ക് ചെയ്തു നോക്കാൻ തോന്നുമോ? എനിക്ക് ഇപ്പൊ കഴിക്കണമെന്ന് തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചെയ്തു നോക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഈ ഉറുമ്പും കൂടെ എടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ കഷണ്ടി ഉണ്ടെങ്കിൽ കഷണ്ടിയിൽ വരെ കടിക്കും ഈ ഉറുമ്പുകൾ. കഷണ്ടി പോട്ട് മുണ്ടെടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും കഴിക്കുന്ന സാധനമാണ്. ശരിയാ. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഇവരും ഉറുമ്പും കൂടൊക്കെ എടുത്ത് നീറും കൂടൊക്കെ എടുത്തോണ്ട് വന്ന് അത് പൊട്ടിച്ചത് ചമ്മന്തി ആക്കുന്നത്. നല്ല ടേസ്റ്റ് അത്. ഇപ്പൊ എനിക്ക് കഴിക്കാൻ തോന്നുന്നു പറയാൻ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പം കാച്ചിലും ആ ചമ്മന്തിയും കിട്ടുകയാണെങ്കിൽ ചെറു ചൂട് കഞ്ഞിവെള്ളം കൂടെ കിട്ടിയാണല്ലോ പൊളിക്കും. അതുപോലെ ഈ കഞ്ഞിവെള്ളം വെച്ചിട്ട് ബിയർ ഉണ്ടാക്കുന്ന അതിനെ കുറിച്ച് പല വീഡിയോസിലും പറഞ്ഞു. കഞ്ഞിവെള്ളവും റൈസ്, ഫെർമെന്റഡ് റൈസ്, അത് ശരിക്കും ഹെൽത്തി ആണോ? ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്, ഹെൽത്തി ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. അതിപ്പോ അൺഹെൽത്തി, ഇപ്പൊ എന്ത് ഫെർമെന്റ് ആയാലും അത് ഹെൽത്തി ആയിട്ടും അൺഹെൽത്തി ആയിട്ടും ഉപയോഗിക്കും. അങ്ങനെ വരാം. യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പല കോൺസെപ്റ്റ്സും നമുക്ക് ബ്രേക്ക് ആവും. അതെ. അതുപോലെ തന്നെ ഇന്ന് യാത്ര ചെയ്ത് പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല അതേ സ്ഥലത്തോട്ട് നമ്മൾ അടുത്ത 2 വർഷം കഴിഞ്ഞ് യാത്ര ചെയ്ത്. അത് നമ്മൾ കൊച്ചിയിൽ വരുന്ന പോലല്ലേ ഉള്ളൂ. അതെ, കൊച്ചി നമ്മളിപ്പോ ഇന്ന് വന്നിട്ട് 1 മാസം കഴിഞ്ഞ് വരുന്നെങ്കിൽ കൊച്ചി മാറിയിട്ടുണ്ടോ? അതേ വ്യത്യാസം ഈ റെസ്റ്റോറൻറ്റിൽ പോയാലും പലരും എന്നോട് പറയാറുണ്ട്, തൻ്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ അവിടെ പോയി ഫുഡ് കഴിച്ചു, വെറും തല്ലിപ്പൊളി ഫുഡാണ്, അവിടെ ഈ പറഞ്ഞ സാധനമൊന്നും കിട്ടിയില്ല. ശരിയാണ്, ഞങ്ങൾ പോയി കഴിക്കുമ്പോൾ ആ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വീഡിയോ ഇട്ടു, ഞാൻ 365 ദിവസം മഴ കിട്ടുന്ന ഒരു ഷാപ്പ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഞാൻ പാലായിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പം, ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് അവർക്ക് ഈ മഴ സിസ്റ്റം ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ ചെല്ലുമ്പോഴും ഉണ്ട്. ഞങ്ങൾ ആ മഴ എൻജോയ് ചെയ്തു. ഞങ്ങൾ കഴിച്ച രുചികൾ, ചില രുചികൾ വളരെ എടുത്തു പറയത്തക്ക നല്ല രുചികളുണ്ടായിരുന്നു. അവിടുത്തെ കുക്ക് മാറിയിട്ടുണ്ടാവാം, അവിടുത്തെ മാനേജ്മെന്റ് മാറിയിട്ടുണ്ടാവാം. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെ ഞാൻ ഒരു പുള്ളിക്കാരൻ അവിടെ ചെന്നിട്ട് വീഡിയോ എടുത്തിട്ട് പറഞ്ഞു, ഇവരെ വിശ്വസിച്ച് ഞാനും ഉണ്ട്, ബാൽമേ എന്ന് പറഞ്ഞ വേറൊരു ഫുഡ് ബ്ലോഗർ ഉണ്ട്, പുള്ളിക്കാരനും പോയി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ 2 പേരുടെയും വീഡിയോയുടെ ഒരു ഒരു പോർഷനും കൂടെ ഇട്ടിട്ട് ഇതും കൂടെ ഇട്ടിട്ട് ഇവര് വിശ്വസിക്കാൻ പറ്റുമോ ഇവരെന്ന്.
പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ ചെന്നപ്പോൾ അതിനിടയ്ക്ക് കയറി ചോദിക്കുന്ന. പക്ഷെ എന്നാലും പല സമയത്തും ഈ വ്ളോഗർമാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്, എന്ത് കണ്ട് ഭക്ഷണം കഴിച്ചാലും സൂപ്പർ എന്ന് പറഞ്ഞിട്ട് പറയും. ശരിക്കും ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു അഭിനയമാണോ അതോ ഒറിജിനലി വരുന്നതാണോ? ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന പലർക്കും അറിയാം ഞാൻ പറയുന്നത് ഏതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, ഏതാണ് കുഴപ്പമില്ലാതെ മനസ്സിലാവും. അത് നമുക്ക് ആദ്യം നമുക്ക് നാക്കിൽ കിട്ടുമോ അതോ ക്യാമറ കിട്ടുമോ? ക്യാമറയിലും കിട്ടും, നാക്കിലും കിട്ടും. കിട്ടും. അപ്പൊ അതിനെ എങ്ങനെ കവർ ചെയ്യാൻ പറ്റും? ഞാൻ കവർ ചെയ്യാറില്ല. ഇല്ല, എൻ്റെ നാച്ചുറൽ എക്സ്പ്രഷൻസ്. ഇപ്പം ഞാൻ പറയും, ഞാൻ കുറ്റം പറയാറില്ല, ഞാൻ പറയും ഇത് കുഴപ്പമില്ല, പക്ഷെ ഇതിൽ നല്ലത് എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കുറ്റം പറയാറില്ല എന്ന് പറഞ്ഞാൽ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പേര് വാച്ച് ചെയ്യുന്നതാണ് നമ്മുടെ വീഡിയോസ്. അതെ. ഇപ്പം ഞാൻ ഇപ്പം ടോണിക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ വന്നിട്ട് കഴിച്ചിട്ട് എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, പക്ഷെ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അത് എന്താ പറയാ, റിലേറ്റീവ് ആണ്, സബ്ജക്റ്റീവാണ്, ഇതെല്ലാം സബ്ജക്റ്റീവാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് ആ ഒരു ബിസിനസ്സിന്റെ പിന്നിൽ കുറേ എഫേർട്സ് ഉണ്ട്. ഞാൻ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് അത് തുടർന്നു പോകാൻ പറ്റാതെ ഞാൻ അവസാനം നിർത്തേണ്ടതായിട്ട് വന്നൊരു വ്യക്തിയാണ്. അല്ല, അതെപ്പോഴും ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട കുറേ പാഠങ്ങൾ പഠിക്കും നമ്മൾ. എനിക്കൊരു അനുഭവം ഉണ്ട് സമാനമായിട്ടുള്ളത്, ഇപ്പം പറയേണ്ടതില്ലാത്തതുകൊണ്ടാണ്. ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ്. അത് നമുക്ക് ഇപ്പം വലിയ ഫുഡ് വ്ളോഗർമാർ തന്നെ കൺസൾട്ടന്റുമാരായിരുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഫുഡ് വ്ളോഗർമാർ റെസ്റ്റോറൻറ്റ് മേക്കിങ്ങിൽ കൺസൾട്ടൻ്റ് ആയിട്ട് വരുന്നവരുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ഇവർ റെസ്റ്റോറൻറ്റ് നടത്തി വരുമ്പോൾ പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഇപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, എനിക്ക് രുചികൾ അവിടെ സെറ്റ് ചെയ്യാനായിട്ട് ഇന്ന രുചിയാണ് വേണ്ടത്, ഇന്ന പോലെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട്, അതുപോലെ തന്നെ എക്സ്പേർട്സ് ആയിട്ടുള്ള ഷെഫുമാരെ കൊണ്ടുവരാനായിട്ട് എന്നെക്കൊണ്ട് പറ്റിയിരുന്നു. പക്ഷേ അവരെ മാനേജ് ചെയ്യാനും അവരെ മെയിൻറ്റെയിൻ ചെയ്യാനും എന്നെക്കൊണ്ട് പറ്റിയില്ല. കാരണം ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഫുൾ ടൈം ജോബിനേക്കാളും ടയർസമാണ്. അതിൻ്റെ പുറകെ കുറേ നിൽക്കണം. നമ്മളൊരു വ്ളോഗ് പലപ്പോഴും ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ അല്ലേ എന്ന് അല്ല, അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ അതല്ല, അതിന് പിന്നിലെ എഫർട്ട് എന്തുമാത്രം ഉണ്ട് അല്ലേ? അതിനകത്ത് ഒത്തിരി നമ്മൾ ഓരോ സ്ഥലം ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, എല്ലാ റെസ്റ്റോറൻറ്റ്സിലും നമ്മൾ പോയി വീഡിയോ എടുക്കുന്നില്ല. ഇല്ല. എന്നാൽ ആ റെസ്റ്റോറൻറ്റ് നമ്മുടെ അടുത്ത് ആരെങ്കിലും ഫ്രണ്ട്സ് പറയും, അത് കഴിഞ്ഞ് നമ്മൾ വേറെ അവിടെ ആ റെസ്റ്റോറൻറ്റിന് അടുത്തുള്ള വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട്, എനിക്ക് മിക്ക സ്ഥലങ്ങളിലും അതുപോലെ ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് പറയും ഒന്ന് പോയി നോക്ക്. ഇപ്പം ഞാൻ അടുത്ത ദിവസം പാലായ്ക്ക് പോവാണ്. പാലായ്ക്ക് പോകുമ്പോൾ അവിടെ ജോമോൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. നേരത്തെ ചിങ്കു എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ ജോമോൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. ചിങ്കു ഇപ്പൊ അയർലൻഡ് പോയി. അപ്പൊ ജോമോനോട് പറയും, ജോമോനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ എന്ന് പറയും. അപ്പൊ ജോമോൻ അവിടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട്, ചേട്ടാ ഇത് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ചെയ്യാവുന്നതാണ് എന്ന് പറയും. അപ്പോൾ എൻ്റെ ടേസ്റ്റുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയോടെ ഞാൻ അത് പറയത്തുള്ളൂ. ജോമോൻ അത് പറഞ്ഞു കഴിയുമ്പോൾ ഇത് കുഴപ്പമില്ല. ചിലടത്ത് നല്ല രുചിയാണ് ചേട്ടാ, വൃത്തി ഇച്ചിരി പ്രശ്നമാണ്, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് നമ്മൾ പോകാൻ തന്നെ എഫേർട്സ് എടുക്കാറില്ല. അപ്പോൾ ഈ എവിടെയാണ് പോകുന്നത്, ഇപ്പോൾ പാലായിൽ ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് കിട്ടി വീഡിയോ എടുക്കാനായിട്ട്, ആ റെസ്റ്റോറൻറ്റ് എടുക്കാനായിട്ട് നമ്മൾ പോയി ആ റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ എടുത്ത് തിരിച്ചു വരിക എന്നുണ്ടെങ്കിൽ ഹ്യൂജ് ലോസ് ആണ് നമുക്ക്. പിന്നെ അത്രയും വരുമാനമൊന്നും നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ അത് നഷ്ടമാണ്. അപ്പോൾ ആ പാലായിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 5-6 റെസ്റ്റോറൻറ്റ്സ് കവർ ചെയ്തിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ ആ സമയത്ത് അതിനൊരു പ്ലാനിങ് വേണം. അപ്പോൾ അത് പ്രീ പ്രൊഡക്ഷൻ പ്ലാനിങ്. അത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ്റെ എഫേർട്സ് ഉണ്ട്. അത് കഴിഞ്ഞ് അതിനകത്ത് കണ്ടന്റ് എഴുതണം, എഡിറ്റ് ചെയ്ത് വരുന്ന എഡിറ്റിങ് ഏബിൾ എന്ന് പറഞ്ഞൊരു എഡിറ്ററാണ്. അഭിലാഷാണ് ക്യാമറ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഞാനും ഇൻസ്റ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എൻ്റെ മൊബൈലിൽ തന്നെയാണ് എടുക്കുന്നത് മിക്കവാറും ഒക്കെ. അതിന് പിന്നിലൊരു എഫേർട്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടൊരു 3-4 വീഡിയോ ഒരു ദിവസം, ഒരു സമയത്ത് കോവിഡിൻ്റെ സമയത്തൊക്കെ 3-4 റെസ്റ്റോറൻറ്റിൽ ഒരു ദിവസം പോയി വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് അത്രയും അങ്ങോട്ട് ഒരു മടുപ്പ് തോന്നും. അല്ല, അതാ ഇതിന് ഇടയ്ക്ക് തോന്നുന്നൊരു വിഷയം. നമ്മളിപ്പം പറയും ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രവിനെ കുറിച്ച് ആൾക്കാർ പറയും, രവിൻ ഇങ്ങനെ കറങ്ങി കിടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു എന്ന് ആ ഒരു ചിന്താഗതി ഉണ്ടാവും. ശരിക്കും നമുക്ക് ഭക്ഷണത്തോട് അത്ര താല്പര്യമില്ലാത്ത ഒരു സമയത്തും ചിലപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യേണ്ട ഒരു സാഹചര്യം വരാം. ഭക്ഷണം ഇപ്പോൾ ഇന്നൊന്നും കഴിക്കണ്ട എന്ന് വിചാരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടോ? അല്ല, ഞാൻ അന്നേരം കഴിക്കാതിരിക്കും. അതേ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ കഴിക്കാതിരിക്കും. നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥകളിൽ പലപ്പോഴും ഇങ്ങനെ ഈ 5-6 സ്പോട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്ത് പോയെങ്കിലും 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ തീർക്കുന്നത്. അപ്പോൾ ആ 3 ദിവസത്തിൽ ചില ദിവസം ഞങ്ങൾ പറയും, അഭിലാഷ് നമുക്ക് ഇന്ന് വേണ്ടെന്ന് വെക്കാടാ,
അപ്പൊ ഈ ചില സമയത്ത് നമുക്ക് ഈ ഒരേ രീതിയിലുള്ള ഫുഡ് എല്ലായിടത്തും പൊറോട്ടയും ബീഫും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. അപ്പൊ അത് മാറ്റാനായിട്ട് നമ്മൾ ചിലപ്പം കേരളത്തിന് പുറത്തോട്ട് പോകുമായിരുന്നു, തമിഴ്നാട്, കർണാടക ഒക്കെ പോയി ആ ഒരു ടേസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഓക്കെ നമുക്ക് വീണ്ടും പഴയ എനർജിയോ നമ്മൾ വീണ്ടും തിരിച്ച് കേരളത്തിൽ വന്ന് നമ്മുടെ രുചികൾ ആസ്വദിക്കുന്നു എന്നുള്ളതായിരുന്നു. അങ്ങനെ തന്നെ വിദേശത്തും പോയി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ. ജോർജിയയിലൊക്കെ ജോർജിയ, അതുപോലെ തന്നെ തായ്ലാന്റ്, ശ്രീലങ്കയിൽ പോയിട്ടുണ്ട്, ടർക്കിയിൽ പോയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും വലിയ വ്യൂസ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടല്ല പോകുന്നത്. അതിനൊക്കെ വ്യൂസ് കുറവാണ് കിട്ടുക. എന്നാലും നമ്മൾ പോയി ചെയ്യുന്നത് മെയിനായിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ്, നമ്മുടെ എക്സ്പീരിയൻസ്, ഡോക്യുമെന്റേഷൻ, പാഷൻ എന്നൊക്കെ പറയുന്ന ഒരു നമുക്കൊരു എക്സ്പീരിയൻസ്, നമ്മുടെ പാഷൻ, നമുക്ക് ഒരു സംതിങ് ഡിഫറെന്റ് ദാൻ വാട്ട് വി ആർ ഡൂയിങ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ്. അല്ലെങ്കിൽ മോണോട്ടോണസ് ആയി പോകും കംപ്ലീറ്റ്ലി, നമ്മുടെ ലൈഫ് മോണോട്ടോണസ്. അതൊന്ന് മാറ്റി പിടിക്കാനായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെ. അപ്പോൾ ഈ ജീവിതം എപ്പോഴും പാഷൻ ഡ്രൈവ് ചെയ്ത് പോകണമെന്ന് പറയാറുണ്ട്. പൊതുവെ ചിലർ പാഷൻ്റെ പുറകെ പോയിട്ട് ജീവിതം നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. സിനിമയ്ക്ക് വേണ്ടി, സിനിമയാണ് പാഷൻ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഞാൻ ജോലി ചെയ്യാൻ അറിയായിരിക്കും, പക്ഷെ ഞാൻ ജോലിക്ക് പോവില്ല, സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കും. പക്ഷെ അവർ അതിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് നാളുകളെടുക്കും. എന്ന് പറഞ്ഞാൽ ശരിക്കും പാഷൻ ഡ്രിവൺ ലൈഫ് എന്ന് പറയുന്നത് ശരിയോ തെറ്റോ? ഇപ്പം എബിൻ്റേത് ഇതൊരു പാഷൻ്റെ പുറത്തുള്ള യാത്രയാണെന്ന് തീർത്തും ഞാൻ പറയില്ല. എബിൻ മറ്റു പല ജോലികൾ ചെയ്ത് അതിനുശേഷം ഇവിടേക്ക് എത്തിപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് പാഷനെ കുറിച്ചുള്ള വിലയിരുത്തൽ? എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമായിട്ട് ഞാൻ പറയാം. എൻ്റെ ഏറ്റവും പാഷനേറ്റ് ഉള്ള കാര്യമായിരുന്നു യാത്ര. അതെ, ഫുഡ് അതിൻ്റെ കൂടെ നന്നായിട്ട് യാത്ര ചെയ്യുന്ന ഒരാൾ നല്ല രീതിയിൽ ഫുഡ് എൻജോയ് ചെയ്യും. കാരണം നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോൾ ആ കൾച്ചറിൻ്റെ ഭാഗമാണ് ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പം ഈ വീഡിയോ എടുക്കാനായിട്ടുള്ള എഫേർട്സ് നമ്മൾ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു സ്ഥലത്ത് പോയി കഴിയുമ്പോഴത്തേന് ആ സ്ഥലത്തെ എൻജോയ് ചെയ്യുന്നതിലുപരിയായിട്ട് ഞാൻ ആ വീഡിയോ മൈൻഡ് സെറ്റ് മാറിപ്പോകും. നമ്മൾ എപ്പോഴും ജോലിയിലാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ആ പാഷൻ്റെ പുറകെ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എങ്കിൽ കൂടി നമുക്ക് ആ പാഷൻ നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഇപ്പം എൻ്റെ പാഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ട്രാവൽ ആവണമെന്നില്ല. ട്രാവൽ തന്നെയാണ് ഇപ്പോഴും എൻ്റെ പാഷൻ. എനിക്ക് ഇപ്പോഴും ട്രാവൽ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ആ ട്രാവൽ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ആ പാഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് ഒരു നല്ല ഫുഡിൻ്റെ സ്മെല്ലടിച്ച് കഴിയുമ്പോൾ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഉദ്ദീപനങ്ങളോടുള്ള സമീപനം മലയാളത്തിൽ പണ്ട് പഠിച്ചത് അത് നമ്മുടെ സലൈവറി പ്രസിപ്പിറ്റേഷൻ ആണ്. ആ ഒരു മൂഡ് അത്. അപ്പം നമ്മുടെ വായിൽ വെള്ളം ഊറും. അപ്പം ഞങ്ങൾ പാചകം ചെയ്യുന്നത് മുതലേ ഈ സ്മെല്ലടിക്കുകയാണ്. അപ്പം ആദ്യം ആ സ്മെല്ല് വരുമ്പോൾ തന്നെ എൻ്റെ വായിലൊക്കെ വെള്ളം നിറയും. അത് നമ്മളിങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കും. അത് കഴിയുമ്പോഴത്തേന് ഈ ബോഡിയെ നമ്മൾ കളിപ്പിക്കുന്ന രീതിയിലായി പോകും. ഇവൻ ഈ ഫുഡ് നമ്മൾ കാണിച്ച് കുറേ നേരമായിട്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ പറയും നല്ല ചൂട് ഫുഡ് കഴിക്കണമെന്നാണ് എൻ്റെ ഇഷ്ടം. ചിലത് തണുത്തത് ചൂട് കഴിക്കണം. പക്ഷെ നമ്മൾ വീഡിയോയിൽ അഭിലാഷിൻ്റെ എഫേർട്സ് ഭയങ്കരമാണ് കേട്ടോ. അഭിലാഷാണ് എൻ്റെ ക്യാമറ. അഭിലാഷിൻ്റെ എഫേർട്സ് ഭയങ്കരമാണ്. ചൂടത്താണെങ്കിലും അടുപ്പത്താണെങ്കിലും എന്നെക്കാളിൽ കൂടുതൽ അഭിലാഷാണ് ആ ചൂടത്തൊക്കെ നിൽക്കുന്നത്. അത് കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും. ചില സമയങ്ങളിൽ അഭിലാഷിനോട് ഞാൻ പറയും അവന് തുടക്കത്തിൽ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അവൻ കഴിച്ചിട്ടേ നമ്മൾ കഴിക്കാറുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അഭിലാഷ് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അഭിലാഷ് കഴിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഒരു ഫുഡ് ഇങ്ങനെ എടുത്തിങ്ങനെ വരുമ്പോൾ തന്നെ കഴിക്കരുത് അഭിലാഷ് പറയും. അപ്പൊ നമ്മൾ ഇവിടം വരെ എടുത്തിട്ട് അവൻ വേറൊരു ആംഗിളിൽ വന്നിട്ട് വേണം, അല്ലെങ്കിൽ അവൻ ക്ലോസ് ആയിരിക്കും പിടിച്ചിരിക്കുന്നത്, അത് വൈഡ് ആക്കിയിട്ട് വേണം നമുക്കിത് കഴിക്കാനായിട്ട്. അപ്പൊ തന്നെ ഭക്ഷണം ഒരു അഭിനയമായി മാറുന്നുണ്ടോ ചില സമയത്ത്? അതിനെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ശരിക്കും നമ്മുടെ ഒരു വികാരത്തിൻ്റെ ഭാഗമാണ് ശരിക്കും ഭക്ഷണം. അപ്പോൾ അതൊരു പിന്നെ പ്രത്യേകിച്ച് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ പലർക്കും വളരെ പ്രൈവസി ആവശ്യമാണ് ഭക്ഷണം കഴിക്കുന്നവർക്ക്. പ്രത്യേകിച്ച് ഇൻട്രോവേർട്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എല്ലാവരും കൂടെ നിന്ന് ഭക്ഷണം കഴിക്കില്ല, ഞാൻ ഒറ്റയ്ക്കിരുന്ന് മാറി കഴിക്കുന്ന ഒരു ശീലമുണ്ട്. പണ്ട് വീടുകളിലൊക്കെ ആണെങ്കിൽ പഴയ കാരണന്മാരൊക്കെ ഉള്ള സമയത്ത് മറ്റേ കാര്യസ്ഥന്മാരുടെ കൂടെ നിൽക്കുന്ന ചെറിയ ആൾക്കാരുണ്ട്, അവർ മാറി എല്ലാവരും കഴിച്ചിട്ട് മാറി കഴിക്കും. ഇത് നമുക്കിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ലോകം മുഴുവൻ കാണുന്നു. നമ്മുടെ മൂഡുകൾ എന്താണെങ്കിലും അത് ലോകം മുഴുവൻ അറിയുന്നു. അതിന് ശരിക്കും ഒരു വളരെ ഹാപ്പിനെസ്സോടുകൂടി കാണാൻ പറ്റുന്നുണ്ടോ, അതോ അതൊരു ഏണിംഗ് ലെവലും കൂടി ആയി മാറുമ്പോൾ നമ്മൾ അതിനൊരു പാഷനായിട്ട് ഡ്രൈവ് ചെയ്യുന്നതാണോ? ഒരു സമയത്ത് അതൊരു ഹാപ്പിനെസ് ആയിരുന്നു, ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. കാരണം ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുക, നമ്മൾ പോയ സ്ഥലങ്ങളിൽ പോയി ഫുഡ് കഴിച്ചിട്ട് എവിൻ കഴിച്ച ഫുഡ് നല്ലതായിരുന്നു, അവിടെ ചിലയിടത്ത് നല്ല സർവീസ് ആയിരിക്കും, അപ്പോൾ ആ സർവീസ് നല്ലതായിരുന്നു, ചിലയിടത്ത് നല്ല ആംബിയൻസ് ആയിരിക്കും. അതൊക്കെ കേൾക്കുമ്പോഴത്തേന് നമുക്ക് ഇപ്പോഴും സന്തോഷമാണ്. അതേസമയത്ത് ചില പ്രൈവറ്റ് മൊമെന്റ്സ് നമുക്ക് നഷ്ടപ്പെടുന്നു, പ്രൈവറ്റ് ഫീലിങ്സ് നമുക്ക് നഷ്ടപ്പെടുന്നു, നമുക്ക് ആ ഹോൾസം ഫീലിങ്സ് ചിലപ്പോൾ നഷ്ടപ്പെടും, നമുക്ക് ആ ഒരു കംപ്ലീറ്റ്നെസ് ഇല്ലാതായിപ്പോൾ നമ്മൾ കഴിക്കുന്നതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ
ഫുൾ ടൈം നമ്മൾ പുറത്തുനിന്നല്ലല്ലോ കഴിക്കുന്നത്. നമ്മളൊരു ദിവസം ഒരു മാസം 15 വീഡിയോസ് ആയിട്ട് 15 മുതൽ 16 വീഡിയോസ് വരെ. അപ്പോൾ ഈ 16 വീഡിയോസ് എന്ന് പറയുന്ന 8 ദിവസം കൊണ്ട് ഞാൻ എടുത്തു തീർക്കും. 2 വീഡിയോ എങ്കിലും മിനിമം ഒരു ദിവസം എടുക്കും. തീർച്ചയായിട്ടും. ബാക്കി ഫുൾ മന്ത് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ സമാധാനം. നമ്മളെപ്പോഴും എല്ലാ ജോലിക്കും അതിൻ്റെതായ ഓക്യുപ്പേഷണൽ ഹസാർഡ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നിയേക്കുന്നത് ത്രെട്ടുണ്ടെങ്കിലും ഈ ഫുഡ് ബ്ലോഗർമാരെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തടി കൂടുതലുണ്ടാവും പലർക്കും. അത് തടി കൂടുതലും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വൊറേഷ്യസ് ഫീഡർമാരാണോ എന്ന് ചില സമയത്ത് തോന്നിപ്പോകാറുണ്ട്. ഇല്ല, പക്ഷേ പല ഫുഡ് വ്ളോഗേഴ്സും അങ്ങനെയല്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മാർക്ക് വീൻസ് എന്ന് പറഞ്ഞ, വളരെ സ്ലിമാണ്. പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് പോലും തോന്നില്ല. പക്ഷെ പുള്ളി നല്ല, ഞാൻ കഴിക്കുന്നതിൻ്റെ ഇരട്ടി പുള്ളി കഴിക്കും. അതെ, ഓരോരുത്തരുടെ ബോഡി മെറ്റബോളിസത്തിന്റെ വ്യത്യാസങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ വ്യത്യാസങ്ങളുണ്ടാവാം. ഈ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരന് ഞാൻ ചെയ്യുന്ന അത്രയും വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല. പുള്ളി ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്യുന്നത്, പുള്ളി നല്ല രീതിയിൽ റീച്ചുള്ള ആളാണ്. പുള്ളിക്ക് ആഴ്ചയിൽ ഒരു വീഡിയോ ഇട്ടാൽ മതി. അപ്പം ഒരു മാസം 4 അല്ലെങ്കിൽ 5 വീഡിയോ ചെയ്താൽ മതി. ബാക്കി ദിവസങ്ങളിൽ പുള്ളിയുടേതായ സിസ്റ്റത്തിൽ പോവാം. എനിക്ക് ഈ 15 മീൽ പുറത്ത് കഴിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ 15 കൂടുതൽ കഴിക്കേണ്ടതായിട്ട് വരും. കാരണം ഒരു വീഡിയോയിൽ 2 സ്ഥലങ്ങളായിട്ട് 15 കൂടുതൽ കഴിക്കേണ്ടി വരും. അപ്പോൾ അന്നേരം നമുക്ക് അത്രയും ടോൾ വരും. ഈവൻ കേരളത്തിൽ നിന്ന് തന്നെ പല ഫുഡ് വ്ളോഗേഴ്സും ഉണ്ട്. അവര് വർക്ക്ഔട്ട് ചെയ്ത് ബോഡി നല്ല ഫിറ്റ് ആക്കി കൊണ്ടുനടക്കണം. എനിക്ക് ബോഡി ഫിറ്റ് ആക്കണമെന്ന് ആഗ്രഹമില്ല. ബോഡി ഓൾമോസ്റ്റ് ഫിറ്റ് ആണ്, അല്ല മടിയനായോണ്ടാണ്. ശരിക്കും ഈ ഭക്ഷണം ഏറ്റവും പേടിച്ച് കഴിക്കുന്നത് ബ്ലോഗിങ്ങിനിടയിൽ കഴിക്കുന്നതാണോ വീട്ടിൽ നിന്ന് കഴിക്കുന്നതാണോ? അല്ല, എന്താ കിട്ടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, എന്താ കിട്ടുമെന്നില്ല, രണ്ടിടത്തും പേടിക്കണം. കാരണം എന്ന് വെച്ചാൽ വ്ളോഗിങ്ങിന്റെ ഇടയിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ടാണ് കഴിക്കുന്നത്. നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളത്, ഒരാളെ അബ്യൂസീവ് ആവരുത്, ആ രീതിയിലാണ് കഴിക്കുന്നത്. അതേ അബ്യൂസീവ് ആവരുത് എന്നുള്ള തോന്നലോടുകൂടി തന്നെയാണ് വീട്ടിലും കഴിക്കുന്നത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം അമ്മയൊക്കെ ആണെങ്കിലും ഭാര്യയൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ നമ്മളുമായിട്ടുള്ള പിണക്കം ഉണ്ടാവും. അതുകൊണ്ട് നമ്മള് ശരിക്കും അഭിനയമല്ലേ ജീവിതം? ജീവിതം അഭിനയമല്ലേ? ജീവിതം തന്നെ അഭിനയമാണ്. നമ്മൾ പലയിടത്തും അഭിനയിക്കാറുണ്ടല്ലോ. പക്ഷെ ഈ അഭിനയം എന്ന് പറയുന്നത് തെറ്റാന്ന് ഞാൻ പറയത്തില്ല. നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിലും നെഗറ്റീവ് കാണുന്ന ആൾക്കാരാണ്. നമുക്കൊരു മുൻവിധി സ്വഭാവം കൂടുതലാണ്, പ്രജുഡിസ്ഡ് ആവും. അതെ, നമ്മളെല്ലാം മനുഷ്യരല്ലേ, നമുക്കെല്ലാം തെറ്റുകളുണ്ടാവും. തെറ്റില്ലാത്ത ഒരു മനുഷ്യരില്ല. എനിക്ക് ഇഷ്ടംപോലെ തെറ്റുകളുണ്ട്, ഞാൻ ഇഷ്ടംപോലെ തോന്നിയാസങ്ങളും കാണിക്കും, ഞാൻ ഇഷ്ടംപോലെ, നമുക്ക് നമ്മുടേതായ തെറ്റുകളൊക്കെ ഉണ്ട്. ഒരാളും പുണ്യാളനായിട്ട് ജനിക്കുന്നില്ല, ആരുമല്ല. അപ്പോൾ മനുഷ്യനായിട്ട് ജനിച്ച തെറ്റുണ്ടാകുന്നതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തും ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. തീർച്ചയായിട്ടും. അതേ രീതി നോക്കുമ്പോൾ ഇപ്പം എല്ലാവരും പബ്ലിക്കലി ഉള്ള എബിനെ അറിയുള്ളൂ. എബിൻ്റെ പേഴ്സണൽ ലൈഫിൽ എബിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവം പുറത്ത് പറയാൻ പറ്റുമോ? അത് പേഴ്സണലായിട്ട് തന്നെ ഇരിക്കുന്നതല്ലേ ബുദ്ധി. ഏറ്റവും നല്ല ക്യാരക്ടർ എന്തായിരിക്കും നമ്മുടെ ലൈഫിലുള്ളതിൽ? ഞാൻ ശരിക്കും ഏറ്റവും നല്ല ക്യാരക്ടർ എന്ന് പറയാൻ ഒത്തിരി ഇത് ഞാനല്ല പറയേണ്ടത്, അല്ല നമ്മൾ തന്നെ നമ്മളെ വിലയിരുത്തുമല്ലോ ആ രീതിയിൽ. എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ അധികം കുറ്റം പറയാത്തില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ. അത് വ്ളോഗിലും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പോസിറ്റീവായിട്ട് എല്ലായിടത്തും ആർക്കെങ്കിലും ഒരാളുടെ അടുത്തും അയാൾക്ക് കുറ്റം ഉണ്ടാവും, പക്ഷെ അയാളുടെ അടുത്ത് പോസിറ്റീവ് ഉണ്ടാവും എന്ന് അധികം പേരുടെ കുറ്റം പറയാറില്ല. അധികം കുറ്റം പറയുമായിരിക്കും ഞാൻ, എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കരമായിട്ട് കുറ്റം പറയാറില്ല. ഓരോരുത്തരുടെ അടുത്ത് പോസിറ്റീവ് സൈഡ് എന്താണോ അത് കാണാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഈ വ്ളോഗിങ് അല്ലെങ്കിൽ മറ്റെന്തായിരുന്നു വേറൊരു പ്രൊഫഷൻ സീരിയസ്ലി ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്? ഇതൊരു പ്രൊഫഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതൊരു പാഷൻ ഡ്രിവൺ ജോബാണ്. ആ രീതി പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ കണ്ടിന്യൂ ചെയ്തേനെ, ഗവൺമെന്റ് ഏജൻസിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തേനെ. അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ ഇഷ്ടമായിരുന്നു. നേരത്തെ വീഡിയോസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ബ്ലോഗിലാണ് തുടങ്ങിയത്. പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ വേണേ കണ്ടിന്യൂ ചെയ്തേനെ. ശരിക്കും എഴുതണമെന്നൊക്കെ വിചാരിച്ചാണ് നാട്ടിലോട്ട് വന്നത്. ഇപ്പൊ പിന്നെ എല്ലാവർക്കും ഈ വീഡിയോയോടുള്ള താല്പര്യം, ബ്ലോഗ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നിനും സമയം ബുദ്ധിമുട്ടാണ്. നമുക്ക് അത്രയും സമാധാനമായിട്ട് ഇരിക്കാൻ സമയം കിട്ടും. കറക്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പക്ഷേ എഴുതാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ അതിന്റെ സ്റ്റോറി ലൈനൊക്കെ ഓട്ടോബയോഗ്രഫിക്കൽ ഔട്ട്ലൈൻ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. മലയാളത്തിലോ ഇംഗ്ലീഷിലോ? മലയാളത്തിൽ. ആദ്യമായിട്ട് മലയാളത്തിൽ എഴുതാൻ പോകുന്നു. എഴുതും. ഈ ഫുഡ് ബ്ലോഗേഴ്സ് പലരും കൺസൾട്ട് ചെയ്യാറുണ്ട്, കൂടുതൽ പേരെടുത്ത് പറയേണ്ടതില്ല. അപ്പം അങ്ങനെ ഒരു കൺസൾട്ടിങ് സാധ്യതകൾ എത്രത്തോളം എഫക്റ്റീവ് ആണ്? കൺസൾട്ടിങ് സാധ്യതകളുണ്ട്.
ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. ഒത്തിരി പേരുടെ അടുത്ത് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വഴി പലയിടത്ത് കണ്ട പലരും ഞാൻ തന്നെ ഫേസ് ചെയ്ത് നമ്മളൊരു ഫെയിലിയർ ഏറ്റവും നന്നായിട്ട് ഉപദേശിക്കുന്ന ഒരാളാരാന്നറിയോ? ഏറ്റവും നന്നായിട്ട് ഒരു അഡ്വൈസ് തരുന്ന ഒരാളാരാന്നറിയോ? ജീവിതത്തിൽ ഫെയിലിയർ നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തി. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഫെയിലിയർ ആയിരുന്നത് എനിക്കറിയാം എവിടെയാണ് ഞാൻ ഫെയിലിയർ ആയിരുന്നത്. നമുക്ക് വിഷയങ്ങൾ അറിയാൻ പറ്റും. ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫുഡ് വ്ളോഗിംഗ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ കൊണ്ടു നടക്കുന്ന പോലെ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നതും ഒരു കുഞ്ഞിനെ കൊണ്ടു നടക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും അകന്നകന്ന് നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഫുഡ് വ്ളോഗിങ്ങിന് ഞാൻ നന്നായിട്ട് സഞ്ചരിച്ചേ പറ്റുള്ളൂ, റെസ്റ്റോറൻറ്റ് ഒരിടത്ത് നിൽക്കത്തേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടിലും ഒരേ സമയത്ത് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ രണ്ടും പാരലൽ സ്ട്രീംസ് ആണ്. ഒരേ ഏരിയ ആണെങ്കിലും തീർത്തും പാരലലാണ്. അത് മാത്രമല്ല, ഞാൻ യാത്രയിലാണ്, പക്ഷേ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നില്ല. അവർ വിദേശത്താണ്. അങ്ങനെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ആരും തന്നെ ഇവിടെ ഇല്ലാതായി പോയി. അങ്ങനെയാണ് നമുക്കത് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ അത് പോയത്. പക്ഷെ രുചികൾ ഒരു സമയത്ത് നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുവന്നതാണ്. പിന്നീട് ഞങ്ങൾ മാറി നിൽക്കുമ്പോൾ തന്നെ ആ രുചികൾ മോശമാകുന്നു. അത് പിന്നെ എൻ്റെ പേരിലാണ് റെസ്റ്റോറൻറ്റ് ബാധിക്കുന്ന രീതിയിലേക്ക് മാറി. പക്ഷേ കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇടയ്ക്ക് അവിടെ പോയി ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ശരിക്കും ഈ ഫുഡ് ബ്ലോഗ് തുടങ്ങുന്നതിൻ്റെ ഒരു തുടക്കക്കാരനാണ് ശരിക്കും എബിൻ. അപ്പം അത് കഴിഞ്ഞ് ഇത്രയും ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് പേര് ഫുഡ് ബ്ലോഗുകൾ ചെയ്യുന്നു. ഇപ്പം മൊത്തത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നു? നമ്മൾ എത്തേണ്ട ഒരു പൊസിഷനിങ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പാരിസൺ എന്തെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? കേരളത്തിൽ ഒരു പക്ഷേ ഫുഡ് വ്ളോഗ് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ആദ്യം തുടങ്ങിയത് ഞാനായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ തന്നെ തുടങ്ങിയതാണ് മൃണാൾ ഭായ്. തൊട്ടടുത്ത സമയങ്ങളിൽ. അത് കഴിഞ്ഞ് വേറെ 1-2 പേരും ഇതേപോലെ തന്നെ തുടങ്ങിയിരുന്നു. പലരും തുടങ്ങിയവരും നിർത്തിപ്പോയവരുണ്ട്, പലരും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ലക്ഷ്മി നായർ അതിനു മുമ്പ് തന്നെ TV ചാനലുകളിൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി മാഡം ഇതിൽ ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഓരോ ശൈലിയാണ്. ഫുഡ് വ്ളോഗിംഗ് എന്ന് പറഞ്ഞാലും എല്ലാവരും എക്സാക്ട്ലി ഒരുപോലെ അല്ല ചെയ്യുന്നത്. എൻ്റെ രീതിയിലുള്ള ഫുഡ് വ്ളോഗ് എനിക്ക് തോന്നുന്നില്ല വേറെ ആരും തന്നെ ചെയ്യുന്നുണ്ടെന്ന്. ഇത്രയും ദൂരോട്ട് പോയി വീഡിയോ എടുക്കുകയും അതുപോലെ തന്നെ ഇത്രയും വൈവിധ്യങ്ങൾ കൊണ്ടുവരുന്നത് വേറെ ആരും ചെയ്യുന്നുണ്ടാവുമായിരിക്കും, അറിയില്ല. വളരെ കുറവാണ്. ഞാൻ ശ്രദ്ധിച്ചതിൽ ഇതിനപ്പുറം വേറെ ആ ഒരു മൂഡിലുള്ളതില്ല. നമുക്ക് ഇപ്പോൾ ട്രൈബൽ ഫുഡ് ആണെങ്കിലും നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും സൗത്ത് ഇന്ത്യൻ എല്ലാ ടൈപ്പും ഉണ്ട്. എനിക്ക് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഈ കുക്ക് ചെയ്യുന്നതും കൂടെ കാണുമ്പോൾ അവനെ കണ്ട് പഠിക്കാൻ പറ്റും. അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് തോന്നുന്നു. അതാണ് എബിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പാചകപ്പുരകളിലേക്ക്. അത് ഒന്നാണ്. അപ്പോൾ ഒത്തിരി പേര് അത് പറഞ്ഞപ്പോഴാണ് ഒത്തിരി പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എബിൻ ചേട്ടാ അല്ലെങ്കിൽ എബിനെ റെസിപ്പീസ്, ചില യുണീക്ക് റെസിപ്പീസ് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ അതിനൊരു ചാൻസ് കിട്ടിയാൽ ഞങ്ങൾ അത് ചെയ്യാം. റെസിപ്പി വെച്ചിട്ടൊരു ബുക്കിന് പോലും സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രോഫിറ്റബിൾ ലെവലിലുള്ള നമ്മൾ കേരളത്തിലും ലോകത്ത് പലയിടത്ത് സഞ്ചരിച്ചതിൽ ഏറ്റവും നമുക്ക് ഹെൽത്തി ഫുഡ് എന്നുള്ള കൺസെപ്റ്റ് വരുന്ന അത് പബ്ലിക്കിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അതിൻ്റെ റെസിപ്പിയും ഫോട്ടോഗ്രാഫ്സും ഒക്കെ കൂടി അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ പല രുചികളുണ്ട്. നമ്മുടെ പഴയകാല ഒത്തിരി രുചികളുണ്ട്. ഇന്ന് നമ്മളത് ചിലപ്പോൾ മേടിക്കാനൊക്കെ കിട്ടത്തുള്ളൂ. അതൊക്കെ ചെയ്യുന്ന രുചികൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെസിപ്പീസ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. നല്ലൊരു ചിന്തയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പോൾ റെസിപ്പി സംബന്ധിച്ചുള്ള ഫുഡ് ഇപ്പോൾ പണ്ട് നമ്മുടെ പാചക പുസ്തകങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നൊരു കാലത്താണ്. ഞാനൊക്കെ പാചകം ചെയ്തു തുടങ്ങുന്നത് സിസ്റ്റർ ഡോളോരോസ് കണ്ണമ്പുഴയുടെ വീട്ടമ്മയ്ക്കൊരു കൈത്തൊഴി എന്ന് പറഞ്ഞൊരു പാചക പുസ്തകം ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് അത് വീട്ടിലുണ്ടായിരുന്നുണ്ട്, വായിച്ച് പഠിച്ചിട്ട് തന്നെ ചില പാചക പരീക്ഷണങ്ങൾ നടത്തുമായിരുന്നു. അതൊരു രസമാണ്. അപ്പോൾ ഒരു പാചകം എന്നുള്ളൊരു കലയിൽ ഒരു കുക്ക് എന്നുള്ള നിലയ്ക്ക് എബിനെ എങ്ങനെ വിശേഷിപ്പിക്കും? അത്യാവശ്യം പാചകം ചെയ്യും. എൻ്റെ പിള്ളേർക്ക് എൻ്റെ പാചകം ഇഷ്ടമാണ്. ഏറ്റവും ഫേവറേറ്റ് എന്താ അവർക്ക്? അല്ല, എനിക്ക് ഏറ്റവും വലിയ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് പിള്ളേർക്ക് നമ്മുടെ രുചികൾ നമ്മൾ ചെയ്യുന്ന പാചകം ഇഷ്ടമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ റെക്കഗ്നീഷൻ. ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഒരു തമിഴ്നാട് ശൈലിയിലുള്ള ബിരിയാണി ഞാൻ ഉണ്ടാക്കും. അത് അവർക്ക് ഇഷ്ടമാണ്. അതായത് മീറ്റും റൈസും എല്ലാം ഒരു നമ്മുടെ ഇറച്ചിച്ചോറെന്ന് പറയാവുന്ന രീതിയിൽ ചെയ്യും. അതിഷ്ടമാണ്. തക്കാളിച്ചോറ്, ടൊമാറ്റോ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അത് പിള്ളേർക്ക് ഇഷ്ടമാണ്. അങ്ങനെയുള്ള രുചികൾ. പിന്നെ പുഡിങ്സ് ഒക്കെ ചിലപ്പം ഉണ്ടാക്കും. അതൊക്കെ പിള്ളേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ വ്ളോഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഈ ഫുഡ് ഒട്ടും കൊള്ളത്തില്ല, ഞാനിതിനെ വന്നും പോയി പറയേണ്ടി വന്നല്ലോ, പല രീതിയിലാണല്ലോ നമ്മൾ വ്ളോഗിങ് അറേഞ്ച്മെൻറ്റ് എക്സ്പീരിയൻസ് വരുന്നത്.
അങ്ങനെ വന്നിട്ടുള്ള പോലെ എക്സ്പീരിയൻസ് ഉണ്ട്, കേസുകൾ ഉണ്ടാവുമല്ലോ. അതിനൊക്കെ എങ്ങനെ അഭിമുഖീകരിക്കുന്നത്? അതിനെ നമ്മൾ എങ്ങനെ വീഡിയോ ഇടാറില്ല. ഞാൻ അവരോട് തന്നെ പറയും, ഫുഡിന്റെ ടേസ്റ്റിന്റെ വ്യത്യാസം കൊണ്ടല്ല. ഓക്കെ, ടേസ്റ്റിന്റെ വ്യത്യാസം കൊണ്ടും ഒരിടത്ത് ഈ സംഭവം നടന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരു പ്രാവശ്യം മേഘമല എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയപ്പോഴാണ്. അവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് തന്നെ. അപ്പോൾ അവിടുന്ന് ഞാനും എൻ്റെ ഫ്രണ്ട് വിജിലേഷും ഉണ്ട്. ഞങ്ങൾ അവിടെ കഴിക്കാനായിട്ട് നിർത്തി. ആ ഇഡ്ഡലി എടുത്തിട്ട് നമ്മൾ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് തന്നെ കയറി. ആ ഇഡ്ഡലി എടുത്തിട്ട് പാറ പോലെ കട്ടിയായിട്ടിരിക്കുകയാണ്. അത് ഫെർമെന്റ് ചെയ്തിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. അല്ല, തമിഴ്നാട്ടിലെ ഇഡ്ഡലി ഭയങ്കര സോഫ്റ്റ് അല്ലേ? ശരിക്കും തമിഴ്നാട്ടിലെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡ്ഡലി. പക്ഷേ ഇത് തമിഴ്നാട് അങ്ങനെ കിട്ടിയപ്പോൾ അത് ചിലപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ മാവിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും, ചിലപ്പോൾ അന്നുണ്ടാക്കിയ മാവിൻ്റെ പ്രശ്നമായിരിക്കും. ഞങ്ങൾ അവരോട് പറഞ്ഞു ഇത് ഭയങ്കര ഹാർഡാണ്, ഞങ്ങൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഞങ്ങൾ വീഡിയോ ഇടുന്നില്ല, ഇത് പറഞ്ഞ് ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പോകുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിൽ ഒരു റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻറ്റ് നിർത്തിപ്പോയി കേട്ടോ. അതെ, കൊച്ചിയിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ പനമ്പള്ളി നഗർ ഭാഗത്തായിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ കിച്ചണിൽ കയറിയപ്പോൾ തന്നെ കിച്ചണിൽ മീറ്റ് അവർ കിച്ചൺ സ്ലാബിൽ ചുമ്മാ ഓപ്പണായിട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൽ ഈച്ച ഭയങ്കരമായിട്ട് വന്നിരിക്കുകയാണ്. അവരതിനു വേണ്ടിയിട്ട് യാതൊന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൾക്കാർ കഴിക്കേണ്ട ഫുഡല്ലേ, അറ്റ്ലീസ്റ്റ് ഒന്ന് കവർ ചെയ്തൊക്കെ വെക്കുമോ, എന്താ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്. അവർ പറഞ്ഞു സോറി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇത്രയും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, വേറെ ദിവസം ഞാൻ വരാമെന്ന്. വേറെ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. പറഞ്ഞു ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു വീഡിയോ. എന്നിട്ട് നമ്മളിങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ കൊച്ചിയിൽ വേറൊരു റെസ്റ്റോറൻറ്റിൽ, സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. അവിടെ കിച്ചണകത്തെ വീഡിയോ എല്ലാം എടുത്തു. കിച്ചൺ ഭംഗിയായിരുന്നു. കിച്ചണകത്തെ വീഡിയോ എല്ലാം എടുത്ത് നമ്മൾ ഡൈനിങ്ങിൽ വന്ന് ഇരുന്നപ്പോഴത്തേന് ഈ നേരത്തെ കഴിച്ച് പോയവർ, ഞാൻ ഫാമിലി ആയിട്ടാണ് പോയത്, നേരത്തെ കഴിച്ച് പോയവരുടെ മീനിന്റെ മുള്ളൊക്കെ മേശയുടെ താഴെയും നമ്മളിരിക്കുന്ന ബെഞ്ചിന്റെ താഴെയൊക്കെ കിടക്കാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചു, വീഡിയോ കിച്ചണിലെടുത്തു, വീഡിയോ പബ്ലിഷ് ചെയ്തില്ല. ഞാൻ അവരോട് പറഞ്ഞു വീഡിയോ പബ്ലിഷ് ചെയ്യാത്തത് ഇതുകൊണ്ടാണ്, പബ്ലിഷ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുപോലെ വിട്ടുപോയൊരനുഭവം, പണ്ട് മുല്ലപ്പന്തൽ ഷാപ്പിനെ കുറിച്ചൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സംഗതി ഉണ്ടല്ലോ, അത് പിന്നെ ചെയ്യാതെ പോയൊരു സംഭവം ഓർക്കുന്നുണ്ടോ? മുല്ലപ്പന്തൽ ഷാപ്പല്ല അത്, മുല്ലപ്പന്തൽ എന്നാണ് പേര് ഞാൻ ഓർക്കുന്നില്ല. അല്ല, തൃശ്ശൂർ ഒരു ഷാപ്പാണ്. അതെ, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല. മുല്ലപ്പന്തലല്ല, തൃശ്ശൂർ ഒരു ഷാപ്പാണ്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഷാപ്പാണ് കേട്ടോ. അവിടുത്തെ രുചികളൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. അപ്പം ഞങ്ങള് അവിടെ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന്, എനിക്ക് അന്ന് ക്യാമറമാൻ ഇല്ല, എൻ്റെ ഫ്രണ്ട് ഹാഷ്മി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. ഹാഷ്മി തന്നെയാണ് മുല്ലപ്പന്തലിൽ എന്നെ കൊണ്ടുപോയതും. ഹാഷ്മി തന്നെ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ തൃശ്ശൂർ ഷാപ്പിൽ പോകുന്നത്. അവിടെ ചെന്ന് അന്ന് ഫോൺ നമ്പർ ഒന്നും അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് വിളിച്ച് ചോദിച്ചില്ല. ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ നിന്ന് ഷെഫിൻ്റെ അടുത്ത് ചോദിച്ചു, ഷെഫോ കുക്കോ എന്ത് വേണമെങ്കിലും പറയാം. അവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു മുതലാളി ഇല്ല ഇവിടെ, മുതലാളി വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അനുവാദം ചോദിച്ചാണ് വീഡിയോ എടുത്തോട്ടെ. മുതലാളി വന്നിട്ട് പറയാം. പുള്ളിക്കാരൻ മുതലാളി വിളിച്ചു. മുതലാളി പെട്ടെന്ന് ഒരു ബൈക്കിലാണെന്ന് തോന്നുന്നു വന്നത്. വന്ന അന്നേരം എൻ്റെ അടുത്ത് ചോദിച്ചു എന്നാ വീഡിയോ എടുക്കുന്നത്, എന്താ വീഡിയോ എന്താ? ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കാം. ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും ചക്കാത്തിൽ ഫുഡ് അടിക്കാനായിട്ട്, ഈ വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞോണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞങ്ങൾ ചക്കാത്തിൽ ഫുഡ് അടിക്കാൻ വന്നല്ല, ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ പൈസ ഞങ്ങൾ തന്നോളാം, ഞങ്ങളത് തരുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പൈസ തന്ന് വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല, കഴിക്കുന്നതിൻ്റെ പൈസ ഞങ്ങൾ തരും, ചക്കാത്തിൽ ഫുഡ് അടിക്കുന്നില്ല. ചേട്ടൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചോളൂ, ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് പോലുമില്ല. ചേട്ടന് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരൻ അന്നേരം വേറെ എന്താണ്ടൊക്കെ പറഞ്ഞു. ഞങ്ങൾ അങ്ങ് അവിടുന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ടാണ് മാർക്ക് വീൻസ് ഒക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് കേരളത്തിൽ വന്ന് വീഡിയോ എടുക്കാൻ നേരത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തു. മാർക്ക് വീൻസ് വന്നു, ഡേവിഡ് വന്നു, അങ്ങനെ കുറേ വ്ളോഗേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് മാർക്ക് വീൻസിൻ്റെയും ഡേവിഡിൻ്റെയും ഒക്കെ വീഡിയോ കണ്ടിട്ട് ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇദ്ദേഹം എൻ്റെ അടുത്ത് നേരിട്ട് വിളിച്ചില്ല, വേറെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ എബിനെ ഒന്ന് വിളിക്കുമോ. ഞാൻ പറഞ്ഞു അവിടെയോ, അതാരാ പറഞ്ഞു എന്നെ അങ്ങോട്ട് വിളിക്കാവോ എന്ന് ചോദിച്ചാൽ ആരാന്ന് ചോദിച്ചു. എൻ്റെ ഓണർ തന്നെയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പുള്ളിക്കാരനോട് ചോദിച്ചാൽ എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചേന്ന്. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ നേരിട്ട് വിളിച്ച് ക്ഷമ ചോദിച്ചാൽ, പുള്ളി അന്ന് മിസ്ബിഹേവ് ചെയ്തതിൻ്റെ ക്ഷമ ചോദിച്ചാൽ മാത്രമേ ഞാൻ വന്ന് വീഡിയോ എടുക്കത്തുള്ളൂ എന്ന്. അയ്യോ ഇപ്പിനെ അങ്ങനെയൊക്കെ കടമ്പിടുത്തം പിടിക്കണമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഞാനും ഒരു മനുഷ്യനാണ്, എനിക്കൊരു ഡിഗ്നിറ്റി വേണ്ടേ, നമ്മളൊരു റെസ്പെക്ട് പ്രതീക്ഷിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് മാത്രമല്ല കേട്ടോ, ഇഷ്ടംപോലെ ഫുഡ് വ്ളോഗർ എന്നുള്ള രീതിയിൽ, ഫുഡ് വ്ളോഗർ എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു
ഒരു തെറ്റായ ധാരണ. സൊസൈറ്റി ആയിട്ടാണ്. കറക്റ്റാ, അത് ശരി. അതായത് ഒരു റിസോർട്ടിൽ ഞങ്ങൾ ഒരു ദിവസം പോയപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഇച്ചിരി പ്രായമുള്ളൊരു ചേട്ടനാണ്. എൻ്റെ ഫാദറിൻ്റെ പ്രായം കാണും, അതിനേക്കാൾ ഇച്ചിരി പ്രായം കാണും. അദ്ദേഹം എന്നെ എന്താ ക്യാമറയൊക്കെ ആയിട്ട്, ഞാൻ പറഞ്ഞു ഞാനൊരു ഫുഡ് വ്ളോഗറാണ്. പുള്ളിക്കാരനൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് കൊച്ചിയിൽ, വലിയ റെസ്റ്റോറൻറ്റാണ്, അതിൻ്റെ പേര് പറയുന്നില്ല. ഇന്ന് സകലയിടത്തും ഫുഡ് വ്ളോഗേഴ്സ് അല്ലേ, നിങ്ങളുടെയൊക്കെ ഉള്ള ആൾക്കാരല്ലേ, നിങ്ങൾ ക്യാമറയൊക്കെ തൂക്കിയിട്ട് നടന്നാൽ ജീവിക്കാനുള്ളത് വല്ലതും കിട്ടുമോ? ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിയുടെ മക്കളും മരുമക്കളും എല്ലാം കൂടെ ആ ഭാഗത്തേക്ക് വന്നത്. അയ്യോ എബിനല്ലേ, അവർക്ക് ഭയങ്കര കാര്യമായിരുന്നു. അപ്പൊ അന്നേരം നമുക്കൊരു സന്തോഷമായി. എന്നാലും ഞാൻ പറയാ ഫുഡ് ബ്ലോഗർ എന്നുള്ള ആ കഥാപാത്രത്തെ അങ്ങനെയായി അവരോടുള്ള കാഴ്ചപ്പാട് ഇതുപോലെ അല്ല, വ്യത്യസ്തമായ കുറെ അനുഭവങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് അവരുടെ ഒരു മാനസിക പിരിമുറുക്കം കൊണ്ടോ അല്ലെങ്കിൽ അവർക്കുള്ള കാഴ്ചപ്പാട് കൊണ്ടോ വരുന്നൊരു ഡിഫറെന്റ് കോൺസെപ്റ്റാ. എന്ന് വെച്ചാൽ അവർ മോശമാണെന്നല്ല. ഇല്ല, അവർ ആ സമയത്ത് നമ്മളെ കാണുന്ന ആ രീതിയിലാണ്. എന്തായാലും നമ്മൾ ഒരുപാട് വിശേഷങ്ങളാണ് ചർച്ച ചെയ്തത്. ഞാൻ പ്രേക്ഷകരോടും പറയാനുള്ളതാണ്, നമ്മൾ രുചിയുടെയും യാത്രയുടെയും ലോകത്ത് കുറേ സമയം ചെലവഴിച്ചു. ഇത് ഒരു ജീവിതത്തിൻ്റെ പുതിയൊരു കഥയാണ്. നമ്മുടെ പാഷൻ കൊണ്ട് നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു അഭിനിവേശത്തെ എങ്ങനെ ജീവിതമാക്കി മാറ്റാം എന്ന് തെളിയിച്ച ഒരു സഹപാഠിയാണ് എൻ്റെ ഒപ്പം ഇത്രയും നേരം സംസാരിച്ചത്. എബിൻ ജോസിൻ്റെ ഫുഡ് ആൻഡ് ട്രാവൽ വലിയൊരു വിജയമായി വീണ്ടും ഒരുപാട് ആൾക്കാരെ ഭക്ഷണത്തിലേക്ക് ഒരു പ്രചോദനമായി മാറട്ടെ, യാത്രകളിലേക്ക് ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വരുന്ന ആഴ്ച പുതിയൊരു ജീവിത സ്പന്ദനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.